ഇന്ന് നമ്മളുടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ടൈം പീരീഡിൽ എമർജ് ചെയ്ത ഡിഫറെന്റ് ഓർഗനൈസേഷൻസിനെ പറ്റിയും അവയുടെ റോളും നമ്മളെ സംബന്ധിച്ച് എന്തൊക്കെ ഏരിയാസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നുള്ളതുമാണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഡിസ്കഷൻ. Okay, we'll start from here itself. ഇന്റർനാഷണൽ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പ്രോമിനന്റ് ഇൻഡിവിജ്വൽസ് ആണ് നമ്മുടെ ഏതൊരു ആൻസറിലും കൂടുതൽ കെയർ കൊടുക്കേണ്ടത് ഈ രണ്ട് ഇൻഡിവിജ്വൽസിന്റെ കോൺട്രിബ്യൂഷൻ ആയിരിക്കണം. അതായത് ഒന്നാമത്തത് HD വൈറ്റ് ആണ്, രണ്ടാമത്തത് JM കെയ്ൻസ് ആണ്, ജോൺ മെയ്നാർഡ് കെയ്ൻസ്. ഇവർ രണ്ടുപേരെയും പറ്റിയും വേൾഡ് വാറിന് ശേഷമുള്ള സിനാരിയോയും ഇവരുടെ കോൺട്രിബ്യൂഷനും ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. സോ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇൻ കേസ് അതിന്റെ വീഡിയോ വേണ്ടവർ എന്നോട് ചോദിച്ചാൽ മതി. ഇറ്റ് ഇസ് അവൈലബിൾ ഓൺ യൂട്യൂബ്. ഞാനത് ഷെയർ ചെയ്തോളാം. ഓക്കെ, എനിവേ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് IMF ആയാലും വേൾഡ് ബാങ്ക് ആയാലും. ഓഡിയോ ക്ലിയർ ആവുന്നില്ല. എല്ലാവർക്കും ഇഷ്യൂ ഉണ്ടോ ഓഡിയോയുടെ? Give me 1 second. ഹലോ, സൗണ്ട് സ്ലോ ആണ്. ഓക്കെ, ഇന്റർനെറ്റിന്റെ ഇഷ്യൂസ് ആയിരിക്കും. ഇപ്പോ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യൂ. ഓക്കെ, ഇപ്പോ ഓഡിയോ ഓക്കെ ആവുന്നുണ്ട് എല്ലാവർക്കും തന്നെ. ഓക്കെ, ഫൈൻ. സോ നമ്മൾ ബ്രീഫ് ചെയ്യുമായിരുന്നു ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റിനെ പറ്റി, അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിനാരിയോയില് ഇന്റർനാഷണൽ ബിസിനസ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത് എന്നുള്ളതിനെ പറ്റി ഒരു ബ്രീഫിംഗ് ആണ് നമ്മൾ ഇത്രയും നേരം നടത്തിയത്. ആക്ച്വലി ദി സെഷൻ ഈ പറയുന്ന ഹിസ്റ്ററി അല്ലെങ്കിൽ പാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ആദ്യത്തെ സെഷൻ ഇന്റർനാഷണൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ലെക്ചറിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ഓരോ ടൈം പീരീഡിലും ഇന്റർനാഷണൽ ബിസിനസ് ഇന്നത്തെ രീതിയിലേക്ക് മാറുന്നതായും അതുമായി ബന്ധപ്പെട്ട് ക്രിയേറ്റ് ചെയ്ത ഡിഫറെന്റ് ഓർഗനൈസേഷൻസിനെ പറ്റിയും നമ്മൾ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. ആ ഓർഗനൈസേഷൻസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. സോ വിൽ സ്റ്റാർട്ട് ഫ്രം ദി ഫസ്റ്റ് ഓർഗനൈസേഷൻ. ആൻഡ് ഇന്നത്തെ ഡിസ്കഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ദെൻ വേൾഡ് ബാങ്ക്, third UNCTAD, United Nations Conference on Trade and Development, that is not tariff, Trade and Development, then World Trade Organization, then there is an agency called Multilateral Investment Guarantee Agency, അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം IDA പറ്റി, then ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ പറ്റി. സോ ബ്രോഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലുള്ള ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന മേജർ 4 പ്ലേയേഴ്സിനെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 4 പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പ്ലെയർ നമ്മൾ പറഞ്ഞതാണ് 1944 ബ്രിട്ടൻ വുഡ് കോൺഫറൻസിന് ശേഷം എമർജ് ചെയ്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം വേൾഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു സിംഗിൾ എൻറ്റിറ്റി അല്ല. വേൾഡ് ബാങ്ക് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ വേൾഡ് ബാങ്ക് ഗ്രൂപ്പിനെ പറ്റി ഡിസ്കസ് ചെയ്യും. അതിനുശേഷം UNCTAD, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് താരിഫ് എന്നുള്ളത് മിസ്റ്റേക്ക് ആയിട്ട് ടൈപ്പ് ചെയ്തതാണെന്ന് കറക്റ്റ് ചെയ്തേക്കുക. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്, ദെൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. These are the institutions that we are going to discuss today. ഇനിയിപ്പോ ബാക്കി 3 കേസുകൾ നിങ്ങൾ ചോദിക്കാം. മിഗ, അതേപോലെ IDA, ദെൻ IFC. ഈ പറയുന്ന 3 ഓർഗനൈസേഷൻസും വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ പാർട്ടാണ്. സോ ഇത്രയും ഏരിയയാണ് നമ്മൾ ഇന്നത്തെ സെഷനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ അബൌട്ട് ASEAN പോലുള്ള, സാർക്ക് പോലുള്ള ഗ്രൂപ്പിങ്ങിനെ പറ്റി നമ്മൾ സെപ്പറേറ്റ് ഒരു സെഷനിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോ ഓഡിയോ ക്ലിയർ ആണോ? ഒന്ന് നോക്കിയിട്ട് പറയാ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഫൈൻ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ബേസിക് ഐഡിയ. അതായത് ഇതുമായി ബന്ധപ്പെട്ട ബേസിക് ഡിസ്കഷൻസ് നമ്മൾ നടത്തിയതാണ്. ലൈക്ക് വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ 1930,
ഗ്രേറ്റ് ഡിപ്രഷൻ സംഭവിക്കുന്നു 1929 1930. ഗ്രേറ്റ് ഡിപ്രഷൻ സംഭവിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഫസ്റ്റ് വേൾഡ് വാർ ആണ്. ഫസ്റ്റ് വേൾഡ് വാർ ഹാപ്പൻ ചെയ്യുന്നു. ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിൽ നമ്മൾ ഫോളോ ചെയ്തിരുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സിസ്റ്റം ഫെയിൽ ആകുന്നു. ദെൻ വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷവും നമുക്ക് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തെ തിരിച്ച് റീഫ്രെയിം ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് 1919 വേൾഡ് വാർ എൻഡ് ചെയ്യുന്ന ഇയർ ആണ് 1919 തൊട്ട് 1945 വരെ സെക്കൻഡ് വേൾഡ് വാർ എൻഡ് ചെയ്യുന്ന ടൈമാണ് 1945. ഈ ഒരു ടൈം പീരീഡിൽ ട്രേഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സീറോ ആണ്. ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന ഒരു രീതിയിൽ ഒരു ട്രേഡും ഹാപ്പൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഹാപ്പൻ ചെയ്യണമെങ്കിൽ ഒരു കൺവേർട്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ടാവണം. കറൻസി കൺവേർട്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഈ ഇന്റർവാർ പീരീഡിൽ ട്രേഡ് ഓൾമോസ്റ്റ് ടച്ചിങ് സീറോ ആയിരുന്നു. അതിന്റെ റിസൾട്ട് ആയിട്ടാണ് 1929 1930 ഗ്രേറ്റ് ഡിപ്രഷൻ ഹാപ്പൻ ചെയ്യുന്നത്. ഗ്രേറ്റ് ഡിപ്രഷൻ വേൾഡ് മൊത്തം തന്നെ അഫക്റ്റ് ചെയ്തു. അതിൽ എക്സെപ്ഷൻ എന്ന് പറയാവുന്ന കൺട്രികൾ വളരെ കുറവാണ്. എക്സെപ്ഷൻസ് പറയാവുന്ന കൺട്രികൾ ഉണ്ടെങ്കിൽ അവ ഗ്ലോബലൈസേഷൻ നടത്താത്ത കൺട്രികളാണ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡിൽ പാർട്ട് ചെയ്യാതിരുന്ന കൺട്രികൾ മാത്രമാണ്. ഇൻ ദാറ്റ് കേസ് 1929 കൂടി ഇത്രയും ഒരു ക്രൈസിസ് ഹാപ്പൻ ചെയ്യുന്നു. ദെൻ അവിടെ നിന്നും തിരിച്ചു വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ടൈമിലാണ് 1939 to 45 സെക്കൻഡ് വേൾഡ് വാർ ഹാപ്പൻ ചെയ്യുന്നത്. സോ ഈ സിനാരിയോ ഒക്കെ നിലനിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും റിവൈവ് ചെയ്യണം എന്നുള്ള ഇൻട്രസ്റ്റോട് കൂടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഡിഫറെന്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതിനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇക്കണോമിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റ് കൺവെർട്ടബിലിറ്റി അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റേബിൾ ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള സിനാരിയോ, ഇതെല്ലാം ഒരുക്കാൻ വേണ്ടി 3 ഓർഗനൈസേഷൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൽ തീരുമാനിച്ചിരുന്നത്. ബ്രിട്ടൻ വുഡ് കോൺഫറൻസ്, റിപ്പീറ്റ് ചെയ്യുന്നു, ബ്രിട്ടൻ വുഡ് കോൺഫറൻസ്. മേജർ കോൺട്രിബ്യൂട്ടേഴ്സിന്റെ പടമാണ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടത്, ഇവർ രണ്ടുപേരും. ഓക്കെ, ആരൊക്കെയാണെന്ന് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് ബ്രിട്ടൻ വുഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രിട്ടൻ വുഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ IMFും വേൾഡ് ബാങ്കും വരും. അതിന്റെ ഫൗണ്ടിങ് ഫാദേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത് XD വൈറ്റും ദെൻ ജോൺ മെയ്നാർഡ് കെയ്ൻസുമാണ്. സോ ഞാൻ പറഞ്ഞത് ആഫ്റ്റർ വേൾഡ് വാർ ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് കണ്ടക്ട് ചെയ്യുന്നു. ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൽ 3 ഓർഗനൈസേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലാൻ പ്രപ്പോസൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. 3 ഓർഗനൈസേഷനിൽ ഒരു ഓർഗനൈസേഷൻ നിലവിൽ വന്നില്ല. ഈ ഹിസ്റ്ററിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതായതുകൊണ്ടാണ് ബ്രീഫ് ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. പ്രപ്പോസൽ ഉണ്ടായിരുന്നു, നിലവിൽ വന്നില്ല. മേ ബി ബിക്കോസ് ഓഫ് സം പൊളിറ്റിക്കൽ ഐഡിയ. അത് യുഎസിന്റെ ഒരു യുഎസിന്റെ ഒരു ഐഡിയ എന്ന് തന്നെ പറയാം. ബിക്കോസ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വരാൻ അവർ അനുവദിച്ചില്ല. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വരാതിരുന്നത്. 2 ബോഡീസ് നിലവിൽ വന്നു, IMF ആൻഡ് വേൾഡ് ബാങ്ക്. ദെൻ ഹിയർ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെ പറ്റിയാണ്. IMFുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടത് ഇതൊരു ഫണ്ടാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനായി കണക്കാക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി ഇറ്റ് ഈസ് എ ഫണ്ട്. ഫണ്ട് എന്ന് പറയുമ്പോൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും. ഈ മെമ്പർ കൺട്രീസിന്റെ, അതായത് ഈ IMF എന്ന് പറയുന്ന ഫണ്ടിലെ മെമ്പർ ആയിട്ടുള്ള കൺട്രികളുടെ എല്ലാത്തിന്റെയും GDPയുടെ ഒരു ഷെയർ IMFിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഈ ഷെയറിനെ വെച്ചുകൊണ്ടാണ് IMF ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത്, IMFന്റെ ബേസിക് പർപ്പസ് എവിടെ കണ്ടാലും ആദ്യം അണ്ടർലൈൻ ചെയ്യേണ്ട ഒറ്റ വേർഡേ ഉള്ളൂ, ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ്. അതായത് IMF വർക്ക് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കൺട്രിക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ബാലൻസ് ഓഫ് പേയ്മെന്റ് റെക്ടിഫൈ ചെയ്യാന്നുള്ള പ്രൈം ഗോളോടുകൂടിയാണ്. There are other objectives as well, even though നമ്മളോട് ചോദിക്കാൻ ചാൻസും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ബേസിക് തിങ് ഇതാണ്. ബാലൻസ് ഓഫ് പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അതായത് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഡെഫിസിറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി IMFന്റെ ബേസിക് എയിം. സോ ലെറ്റ്സ് സീ, ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ട്രഷറി ഹാസ് പാസ്ഡ് എ പ്രപ്പോസൽ ഇൻ 1943 for its establishment. ആക്ച്വലി യുഎസിന്റെ ഒരു ഇനീഷ്യേഷനോട് കൂടി. Then the USA proposal is also known as White Plan. White Plan എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? Just think, White Plan because
രണ്ട് പാർട്ടീസാണ് ഇതിനകത്തുണ്ടായിരുന്നത്. വൺ ഈസ് എച്ച് ഡി വൈറ്റ്, അനദർ ഈസ് ജോൺ മെയ്നാർഡ് കെയ്ൻസ്. സോ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഈ പ്രപ്പോസൽ അറിയപ്പെടുന്നത് എച്ച് ഡി വൈറ്റിന്റെ പേരിലാണ്. വേറെ യു കെയുടെ ഈ പ്രപ്പോസൽ, സെയിം പ്രപ്പോസൽ യു കെയിലുമുണ്ട്. ബിക്കോസ് ഇവർ രണ്ടുപേരുമാണ് പ്രോമിനന്റ് റോൾ പ്ലേ ചെയ്തത്. യു കെ പ്രപ്പോസ് ചെയ്തപ്പോൾ അത് കെയ്ൻസിന്റെ പ്ലാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സോ വൈറ്റ്സ് പ്ലാൻ ഓർ കെയ്ൻസ് പ്ലാൻ became the basis for International Monetary and Financial Conference at Bretton Woods Conference in 1944. As I said, Bretton Woods Conference-ൽ പ്രപ്പോസൽ വരാനുള്ള കാരണം ഇതാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ട്രഷറി ഒരു പ്രപ്പോസൽ പാസ്സാക്കിയിരുന്നു, ഇത്തരത്തിലൊരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ. 1943 ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള പ്രപ്പോസൽ പാസ്സാക്കിയതാണ്. ആ പ്രപ്പോസലിനെ ബേസ് ചെയ്തുകൊണ്ട്, ആ പ്രപ്പോസലിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് വൈറ്റ് തന്നെയാണ്. ദെൻ ആ പ്രപ്പോസലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവര് കോൺഫറൻസ് നടത്തിയത്, ബ്രെട്ടൺ വുഡ് കോൺഫറൻസ്. ഈ ബ്രെട്ടൺ വുഡ് കോൺഫറൻസിന്റെ റിസൾട്ട് ആയിട്ടാണ് ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഈ കോൺഫറൻസിൽ 44 നേഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ആൻഡ് ഇറ്റ് കെയിം ഇൻ ടു ദി ബീയിങ് to promote economic and financial cooperation among member countries with a view to facilitate the expansion and balance growth of worldwide. ആക്ച്വലി ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ബേസിക് എയിം ആണ് പറയുന്നത്. ബേസിക്കലി എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പർ കൺട്രീസിന്റെ എല്ലാത്തിനും ഒരു ബാലൻസ്ഡ് ഡെവലപ്മെന്റ്, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഡെവലപ്മെന്റ് അഷ്യൂർ ചെയ്യുക എന്നുള്ളതാണ് IMF ഫോം ചെയ്തപ്പോൾ IMFന്റെ ബേസിക് അജണ്ട ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടി മെമ്പർ കൺട്രീസിന്റെ എല്ലാവരുടെയും ഒരേ രീതിയിലുള്ള ഡെവലപ്മെന്റിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് IMFന്റെ ബേസിക് ഫംഗ്ഷൻ. ഓക്കെ, that is the basics about these are the basics about IMF. Then it was established to provide short term assistance to correct balance of payment equilibrium. ഇത് ഒരു ബോക്സിലാക്കി മനസ്സിൽ സൂക്ഷിച്ചേക്കുക, ഇതാണ് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നത്. ഓക്കെ, സോ ഇതിന്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് ലോങ് ടൈം അല്ല, ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു കറക്റ്റ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിസിക്വിലിബ്രിയം. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് വരുവാണെങ്കിൽ അതിനാണ് ഡിസിക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് IMFന്റെ ബേസിക് പർപ്പസ്. ഓക്കെ, ഇറ്റ് വാസ് ക്രിയേറ്റഡ് ഇൻ 1945. The IMF governed by and accountable to 189 മെമ്പർ കൺട്രീസ്. IMFന്റെ ഇപ്പോഴത്തെ മെമ്പർഷിപ്പ് 189 മെമ്പർ കൺട്രീസ് ആണ്. 189 മെമ്പർ കൺട്രീസ് വരുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും അക്കൗണ്ടബിൾ ആണ്. IMFന്റെ ഓരോ ആക്ടും ഇവരോടും ആൻസറബിൾ ആണ് ബേസിക്കലി. ദെൻ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ ഫണ്ട്. ആസ് ഐ സെഡ്, IMF എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിൽ ഉപരിയായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതൊരു ഫണ്ടാണ്. ഫണ്ട് ക്രിയേറ്റഡ് ബൈ ദി കോൺട്രിബ്യൂഷൻ ഓഫ് ഓൾ മെമ്പർ കൺട്രീസ്. ഇവിടെ ആരൊക്കെ മെമ്പർ കൺട്രീസ് വരുന്നുണ്ടോ അവരെല്ലാവരും അവരുടെ GDPയുടെ ഒരു ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ IMF is basically a fund and the prime aim is to support its member countries in case of balance of payment deficit. അവിടെയും കൊടുക്കുന്നത് ലോങ് ടൈം അല്ല, ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി. While comparing with വേൾഡ് ബാങ്കുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ഈ പറയുന്ന IMFന്റെ ക്രെഡിറ്റ് ഹയർ റേറ്റിലാണ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെ ഹയർ ആണ്. വേറെ വേൾഡ് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെ ലോവർ ആണ്. ബിക്കോസ് രണ്ടിന്റെയും പർപ്പസ് ഡിഫറെന്റ് ആണ്. IMFന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. വേൾഡ് ബാങ്കിന്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് ഓവറോൾ അല്ലെങ്കിൽ ആക്ച്വലി ക്രിയേറ്റഡ് വിത്ത് ആൻ ഇന്റൻഷൻ ടു റീക്രിയേറ്റ്. അതായത് ആ ടൈമിൽ ഉണ്ടായിരുന്ന 1945 സെക്കൻഡ് വേൾഡ് വാറോട് കൂടി നശിച്ചുപോയ ഇക്കോണമികളെ റീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ള എയിമോട് കൂടിയാണ് ആക്ച്വലി വേൾഡ് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. വേറെ IMF എന്ന് പറയുന്നത് മെമ്പർ കൺട്രീസിന്റെ ഒക്കെ ഡെവലപ്മെന്റിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മെമ്പർ കൺട്രീസിന്റെ ഡെവലപ്മെന്റിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഘടകമാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് റീപേ ചെയ്യാനുള്ള ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ സിറ്റുവേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് IMF പ്രൊവൈഡ് ചെയ്യുന്നത്. Then let's see the objectives of IMF. First, to promote international monetary cooperation. International monetary cooperation promote ചെയ്യുക. That means international trade നെ തന്നെ പ്രൊമോട്ട് ചെയ്യുക, ഒരു ബെറ്റർ മോണിറ്ററി സിസ്റ്റം ഇവോൾവ് ചെയ്യിപ്പിക്കുക.
Then to facilitate the expansion and balanced growth of international trade, as I said. Then to promote exchange rate stability, means എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് എവർ ചേഞ്ചിങ് ആയി പോകാൻ പാടില്ല, ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ലെക്ചറിൽ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഓർത്താൽ മതി. വാട്ട് ഹാപ്പൻഡ് വിത്ത് USA ഇൻ 1971 യു എസിന് എന്താണ് സംഭവിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ ക്ലിയർ ആവും. അതായത് അവരുടെ എക്സ്ചേഞ്ച് റേറ്റിലുള്ള വാല്യൂ വേരി ചെയ്തപ്പോൾ അവർ മോണിറ്ററി പോളിസി യൂസ് ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്. മോണിറ്ററി പോളിസി യൂസ് ചെയ്തുകൊണ്ട് കറൻസി വാല്യൂ ഡീഗ്രേഡ് ചെയ്തപ്പോൾ സംഭവിച്ചത് അമേരിക്കൻ US ഡോളറിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എല്ലാം വിഡ്രോ ചെയ്യപ്പെട്ടു. ഒരു റേറ്റ് ചേഞ്ച് വന്നതേ ഉള്ളൂ. ഒരു ചെറിയ റേറ്റിലുള്ള ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ US ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന എല്ലാ പാർട്ടികളും പതുക്കെ US ഡോളറിൽ വിറ്റ് കളയാൻ തുടങ്ങി. US ഡോളർ വിറ്റ് കളയാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡിമാൻഡ് താഴേക്ക് പോവുകയാണ്. ഇൻ ദാറ്റ് കേസ് US ഡോളറിനെ പിന്നീട് ഒരു ഇന്റർനാഷണൽ കറൻസി ആയിട്ട് പോലും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് 1971 നമ്മൾ കണ്ടത്. അതായിരുന്നു ദാറ്റ് വാസ് ദ റീസൺ ഫോർ ദി ഫെയിലിയർ ഓഫ് ബ്രിട്ടൻ വുഡ് സിസ്റ്റം. ഡിസ്കസ് ചെയ്തതാണ്. ബ്രിട്ടൻ വുഡ് സിസ്റ്റത്തിന്റെ ഫെയിലിയറിനും പ്രധാന കാരണം അതായിരുന്നു. സോ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് നീഡാണ്, എല്ലാ കൺട്രികളുടെയും ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഇന്റർനാഷണൽ ട്രേഡിലേക്ക് പോകുമ്പോൾ ബെനിഫിറ്റ്സ് ഉണ്ടാവൂ. അതർവൈസ് എല്ലാവരെയും അത് നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും. നെക്സ്റ്റ്, to make its resources available to its members who are experiencing balance of payment problems. As we said, BOP issues വരുന്ന കൺട്രികൾക്ക് ഇവരുടെ റിസോഴ്സസ് കൊടുക്കുക എന്നുള്ളതാണ് another objective. Then to establish a multilateral system of payment. So multilateral system of payment means എല്ലാ കൺട്രികൾക്കും പരസ്പരം മോണിറ്ററി എക്സ്ചേഞ്ച് നടത്താൻ പറ്റുന്ന, അതായത് ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഓരോ കൺട്രികളും ഡിഫറെന്റ് കറൻസീസ് പ്രൊക്യൂർ ചെയ്യേണ്ടി വരും. ഇത്തരത്തിലുള്ള പേയ്മെന്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. ഇത്രയുമാണ് ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് IMF. നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. ഇന്റർനാഷണൽ മോണിറ്ററി കോർപ്പറേഷൻ അഷ്യൂർ ചെയ്യുക. സെക്കൻഡ്, എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റർനാഷണൽ ട്രേഡ് കൂട്ടുക, ഇന്റർനാഷണൽ ട്രേഡ് മാക്സിമം വളർത്തിയെടുക്കുക. ദെൻ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി അഷ്യൂർ ചെയ്യുക. അതുപോലെ BOP ഡെഫിസിറ്റ് വന്നു കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യാനുള്ള റിസോഴ്സസ് കൊടുക്കുക. അതേപോലെ തന്നെ മൾട്ടിലാറ്ററൽ സിസ്റ്റം ഫോർ പേയ്മെന്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ്, ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് IMF ആയിട്ട് നമുക്ക് പറയാവുന്നത്. മൂവിങ് ഓൺ. ദെൻ മെമ്പർഷിപ്പ്. ആക്ച്വലി there are 189 countries. ഒന്ന് കറക്റ്റ് ചെയ്യണം, ഇവിടെ ഞാനത് 186 എന്നാണ്. 189 countries ആണ് ഇപ്പോഴത്തെ മെമ്പർഷിപ്പ്. സോ എനിവേ, the IMF currently has a near global membership of 189 countries. It became the major, it became a member, in order to become a member of IMF, a country must apply and then be accepted by a majority of existing members. So ഒരു മെമ്പർഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് IMF-ൽ ഒരു മെമ്പറായി മാറണമെങ്കിൽ ഓൾറെഡി ഉള്ള മെമ്പേഴ്സ് ഒരു മെമ്പേഴ്സിന്റെ ഇടയിൽ ഒരു വോട്ടിംഗ് നടത്തും. വോട്ടിങ്ങിന് ശേഷം മെജോറിറ്റി കിട്ടിയാൽ മാത്രമേ IMF-ലെ മെമ്പർ ആയിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. Upon joining, each member of IMF is assigned to a quota based broadly on its relative size of world economy. Actually, ഞാനിത് റിപ്പീറ്റ് ചെയ്യുവാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഓരോ കൺട്രിയും ജോയിൻ ചെയ്യുന്ന ടൈമിൽ അവരുടേതായ ഒരു കോട്ട IMF-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അവരുടെ കോട്ട എന്ന് പറയുന്നത് അവരുടെ ഇക്കോണമിക് സ്ട്രെങ്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതായത് ഈ പറയുന്ന കൺട്രിക്ക് എത്രമാത്രം ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ വേൾഡ് ഇക്കോണമിയുടെ എത്ര ഷെയർ ആണ് ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബേസിക്കലി GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഒരു കൺട്രിയുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എത്രയാണെന്ന് നോക്കുന്നു. ആ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിൽ എത്ര പെർസെന്റേജ് വരുന്നുണ്ട്, ടോട്ടൽ വേൾഡ് GDP-യുടെ എത്ര പെർസെന്റേജ് ആണ് ഒരു കൺട്രിയുടെ GDP എന്ന് നോക്കുന്നു. ബേസ്ഡ് ഓൺ ദിസ് പെർസെന്റേജ് ദേ വിൽ ഹാവ് ടു കോൺട്രിബ്യൂട്ട്. ഈ പറയുന്ന പെർസെന്റേജ് അനുസരിച്ചുകൊണ്ട് അവരുടെ കോൺട്രിബ്യൂഷൻ IMF-ലേക്ക് നടത്തണം. ഇതിനെയാണ് ആ കൺട്രിയുടെ കോട്ട എന്ന് പറയുന്നത്. എനി ഡൗട്ട്സ്?
IMF-നെ പറ്റി നമ്മൾ പറഞ്ഞത് IMF എന്താന്ന് ബ്രീഫ് ചെയ്തു. ദെൻ IMF-ന്റെ ഒരു പാസ്റ്റ് ഒരു ഹിസ്റ്ററി നമ്മൾ പറയുന്നു. അതിനുശേഷം IMF-ന്റെ മെമ്പർഷിപ്പിനെ പറ്റി പറയുന്നു. അതിന് മുമ്പായിട്ട് IMF-ന്റെ ഒബ്ജക്റ്റീവ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും ടോപ്പിക്സ് ആണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ സാർ? എനിക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. കോട്ട എന്ന് പറഞ്ഞു തരും. ഓക്കെ ഫൈൻ. ആക്ച്വലി നമ്മുടെ കൺട്രി ഇപ്പോൾ IMF-ൽ 189 മെമ്പേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ 189 മെമ്പേഴ്സിൽ അവരുടെ ഒരു ഷെയർ, അതായത് നമ്മുടെ IMF എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ആക്ച്വലി എ ഫണ്ട്, റൈറ്റ്? ഇതൊരു ഫണ്ടാണ്. ഓരോ മെമ്പറും അവരുടെ ഒരു ഷെയർ ഈ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയുടെ ഷെയർ എന്ന് പറയുന്നത് ഏതാണ്ട് 1 പോയിന്റ് സംതിങ് ആണ്. ഓക്കെ, ടോട്ടൽ ഫണ്ടിന്റെ ഇത്രയും പോർഷൻ ആയിരിക്കും അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതേപോലെ USA, ഐ തിങ്ക് ദേ ആർ കോൺട്രിബ്യൂട്ടിങ് അറൌണ്ട് 10%. സോ ഇവരുടെയൊക്കെ GDP എങ്ങനെയാണെന്ന് നോക്കുന്നു. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എത്രമാത്രം ഉണ്ടെന്ന് നോക്കുന്നു. വേൾഡ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. വേൾഡ് GDP-യുടെ എത്ര ശതമാനമാണ് ഒരു കൺട്രി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഒരു കൺട്രിയുടെ GDP എന്ന് നോക്കുന്നു. ദെൻ അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇവരുടെ ഷെയർ എത്രയാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഓരോ കൺട്രിക്കും ഷെയർ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഓരോ കൺട്രിക്കും ഷെയർ ഡിഫറെന്റ് ആയിരിക്കും. സെയിം ഒരു ക്വസ്റ്റ്യൻ കൂടെ വരുന്നു. ഓക്കെ ഫൈൻ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുമ്പ് ഓരോ കൺട്രിക്കും അവരവരുടേതായ ഒരു ഷെയർ ഉണ്ടാവും, അവരവരുടേതായ ഒരു കോട്ട ഉണ്ടാവും. ലെറ്റ് മീ ടെൽ യു വൺ മോർ തിങ്. ഈ കോട്ട എന്ന് പറയുന്നത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ലോകത്തിലെ ഏറ്റവും ഇക്കണോമിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രി എടുക്കുന്നു, USA. ഇവരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏതാണ്ട് ടോട്ടൽ ഫണ്ടിന്റെ 10%ഓളമാണ്. വേറസ് കുറച്ചുകൂടി പുറകിലുള്ള ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടോട്ടൽ ഫണ്ടിന്റെ ഏതാണ്ട് 1%ഓളമാണ്, 1% താഴെ മാത്രം. ദെൻ വെൻ ഇറ്റ് കംസ് ടു സ്മോൾ കൺട്രീസ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 0.0 സംതിങ് ഒക്കെ ആയിരിക്കും. ഇത്തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ ഡിസൈഡ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദെയർ GDP ആണ്. അവരുടെ ഇക്കണോമിക് സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് എത്രമാത്രം GDP ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കോൺട്രിബ്യൂഷൻ ഡിസൈഡ് ചെയ്യുന്നത്. അങ്ങനെ കോൺട്രിബ്യൂഷൻ ഡിസൈഡ് ചെയ്തപ്പോൾ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 100 രൂപയാണെങ്കിൽ, 100 റുപ്പീസ് ആണ് ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ, 100 യൂണിറ്റ്സ് ആണ് ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ, ഈ 100 യൂണിറ്റ്സ് 2 പാർട്ടായിട്ട് വേണം കോൺട്രിബ്യൂഷൻ നടത്താൻ. മൊത്തം 100 രൂപയായിട്ടല്ല കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഈ 100ന്റെ 75% നമുക്ക് നമ്മളുടെ റുപ്പീസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. വെറസ് 25% കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് SDR-ലാണ്. ഓക്കെ, സോ നൗ പ്ലീസ് ടെൽ മീ വാട്ട് ഈസ് SDR. ഞാൻ ഓൾറെഡി പറഞ്ഞ കേസുകളാണ്, അതുകൊണ്ടാണ്. എന്താണ് SDR? ഈ ഒരു ഡിവിഷനും നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ. രണ്ട് കാര്യങ്ങൾ, ഈ 75% ക്യാൻ ബി മെയ്ഡ് ഇൻ ഓൺ കറൻസി, വെറസ് 25% must be in the form of SDR. It is a basket of currencies, right? Special drawing rights. So actually it is a basket of currencies. Basket of currencies എന്ന് പറയുന്നത് ഇക്കണോമിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള, അതായത് ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള 5 കറൻസികളുടെ കോമ്പിനേഷൻ ആണ് ഇന്ന് SDR. 5 കറൻസികളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിന്റെ എൻഡ് പാർട്ടിൽ നമ്മൾ വരും, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. വേറൊരു ഡൗട്ട് ചോദിച്ചത് മൾട്ടിനാഷണൽ സിസ്റ്റം ഓഫ് പേയ്മെന്റ്. മൾട്ടിനാഷണൽ സിസ്റ്റം ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം തന്നെയാണ്. അതായത് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിൽ കറൻസി എക്സ്ചേഞ്ചിനെ പറ്റി നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് പേയ്മെന്റ് നടത്താനുള്ള ഒരു സിസ്റ്റം. ഏത് കറൻസി ഉപയോഗിച്ചുകൊണ്ട് പേയ്മെന്റ് നടത്തും, എങ്ങനെ അത് പേയ്മെന്റ് നടത്താൻ സാധിക്കും എന്നുള്ള രീതിയിൽ ഒരു ബെറ്റർ സിസ്റ്റം ഫ്രെയിം ചെയ്യുക എന്നുള്ളതും IMF-ന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, സോ ഒരു മൾട്ടിനാഷണൽ സിസ്റ്റം ഓഫ് പേയ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്, ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം ബെറ്റർ ആക്കുക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ. സോ ആസ് ഐ സെഡ്, നെക്സ്റ്റ് ടോപ്പിക് ഇസ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. ഓൾറെഡി പറഞ്ഞതാണ്, എന്നാലും റിപ്പീറ്റ് ചെയ്യുന്നു. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ റിസർവ് അസറ്റ് ആണ്. International reserve asset. It supplements members' existing reserve assets like gold, forex. അതായത് അറിയേണ്ടത് ഇങ്ങനെ ഗോൾഡും ഫോറക്സുമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഒപ്പം തന്നെ ഓരോ മെമ്പേഴ്സിനും ഗോൾഡും ഫോറക്സുമായിട്ടൊക്കെ
കോൺട്രിബ്യൂട്ട് ചെയ്യാം IMF-ലേക്ക്. അതോടൊപ്പം തന്നെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കറൻസി, ആ കറൻസിയുടെ കോമ്പിനേഷൻ ആണ്, കറൻസിയുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 2 സ്കെയിലിലേക്ക് ഡിവൈഡ് ചെയ്യണം. 75% that must be that can be in their own currency. അവരുടെ കറൻസി അവർക്ക് അവൈലബിൾ ആയിരിക്കുമല്ലോ. സോ അവരുടെ ഓൺ കറൻസിയിൽ 75% കോൺട്രിബ്യൂട്ട് ചെയ്യുക. ബാക്കി വരുന്ന 25% എന്ന് പറയുന്നത് ഇതായിരിക്കണം, SDR ആയിട്ടായിരിക്കണം കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. SDR എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് or is a basket of major currencies that is used in international business. International businessൽ യൂസ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള, മേജർ കറൻസീസ് എന്ന് പറയുമ്പോൾ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കറൻസീസ്, അതിന്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ SDR എന്ന് പറയുന്നത്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ട് വൺ ഈസ് മിസ്സിംഗ്. ഇതിന്റെ വെയ്റ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ആക്ച്വലി യു നീഡ് ടു നോ ദാറ്റ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 5 കറൻസീസ്. Okay, it's a combination of 5 currencies. This one is German something. Actually, this one is not there. ഇതിപ്പോ ഇല്ല. ഇപ്പോ ഉള്ളത് ഫ്രാൻസ്. No, there's a correction. ഞാനിപ്പോ ഏതായാലും ഇതല്ല ഇതിന്റെ കോമ്പിനേഷൻ. ഇതിന്റെ വെയ്റ്റ്സ് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് $, is there, right? $, is there. യൂറോ ഉണ്ട്, then $, euro, yen, pound sterling and yuan. Yuan is also known as renminbi. ഇത് ചൈനീസ് കറൻസിയാണ്. സോ ഈ പറയുന്ന 5 കറൻസിയുടെ കോമ്പിനേഷൻ ആയിട്ടാണ് ആക്ച്വലി SDR വരുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടൈം കഴിയുമ്പോഴും, അതായത് ഇതൊരു പഴയ ഡേറ്റ ആയിരിക്കും. എനിവേ ലാർജസ്റ്റ് എക്സ്പോർട്ട് ഡേറ്റ ഒക്കെ തന്നിരിക്കുന്നത്. എനിവേ ദാറ്റ്സ് നോട്ട് റെലവന്റ് ഫോർ us. ഇവൻ ദോ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഇന്നത്തെ SDR ബാസ്ക്കറ്റ് എന്ന് പറയുന്ന 5 കറൻസിയുടെ കോമ്പിനേഷൻ ആണ്. ഈ 5 കറൻസികൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് $, is there. $, ഒരു മേജർ കോൺട്രിബ്യൂട്ടർ ആണ്. ദെൻ യൂറോ, പിന്നീട് വരുന്നത് ജാപ്പനീസ് yen is there. ദെൻ ബ്രിട്ടീഷ് പൗണ്ട് സ്റ്റെർലിംഗ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യുവാൻ, റെമിൻബി എന്ന് പറയും, ചൈനീസ് യുവാൻ ആണ്. ഇത്രയും കറൻസികളുടെ കോമ്പിനേഷൻ, ഇത്രയും കറൻസിയും ഈക്വൽ ആയിട്ടല്ല, അങ്ങനെ ഒരു മിസ്റ്റേക്ക് നമുക്ക് തോന്നരുത്. അതായത് ഈ പറയുന്ന നമ്മളിവിടെ പറഞ്ഞ 25% കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, 25% SDR എന്ന് പറഞ്ഞു. പക്ഷേ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, ഈ 25% ഈ 5 എണ്ണം ഈക്വൽ ആയിട്ട് 5 ഈക്വൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നല്ല പറഞ്ഞത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് $, ആണെങ്കിൽ $ന്റെ വാല്യൂ വെച്ചിട്ടായിരിക്കും $, ആയിരിക്കും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ 25%ന്റെ അപ്രോക്സിമേറ്റ്ലി 30% $. Okay, then around 25% euro, then 17% or something from yen. അങ്ങനെ ഓരോ കറൻസിക്കും നിശ്ചിതമായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ഉണ്ടാവും. ആ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ബൈ മന്ത്ലി റിപ്പോർട്ട് പ്രകാരം അല്ലെങ്കിൽ ടൈം ടു ടൈം ഇറക്കുന്ന റിപ്പോർട്ട് പ്രകാരം IMF ചേഞ്ച് ചെയ്യും. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കറൻസിക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നത്, ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ഇതിനകത്തേക്ക് വരുന്നത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കറൻസിയിലായിരിക്കണം. ഇതെന്തിനു വേണ്ടിയാ? ഏതെങ്കിലും ഒരു കറൻസിയുടെ വാല്യൂ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺട്രിയുടെ കറൻസി 100% അവർ അവരുടെ കറൻസിയിൽ തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ വാല്യൂ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻറ്റയർ യൂണിറ്റ്സും നഷ്ടമാകും. ലൈക്ക് ലെറ്റ്സ് അന്ന് നമ്മൾ പറഞ്ഞ സെയിം എക്സാമ്പിൾ, സിംബാബ്വെ കറൻസി എടുക്കുക. സിംബാബ്വേയില് സിവിൽ റെബലിയൻ നടന്നതിന് ശേഷം അവരുടെ കറൻസിക്ക് ഏറ്റവും വലിയ മൂല്യ നഷ്ടമാണ് ഉണ്ടായത്. അപ്പോ സംഭവിക്കുന്ന ഒരു 100% അവരുടെ തന്നെ കറൻസിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഫണ്ടിൽ നിന്നും ഒരു വലിയ തുക നഷ്ടമാകും. ബിക്കോസ് ആ പറയുന്ന ഫണ്ടിലേക്ക് അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത പോർഷൻസ് മൊത്തം നഷ്ടമാകുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് IMF ബാസ്ക്കറ്റിനകത്ത് ഇത്തരത്തിലൊരു സ്പെഷ്യൽ ഫീച്ചർ കൂടി ഇൻക്ലൂഡ് ചെയ്തത്. ഈ സ്പെഷ്യൽ ഫീച്ചർ ആണ് SDR, that is 25% of contribution towards IMF basket, അല്ലെങ്കിൽ കോട്ടയിലേക്കുള്ള 25% കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് SDR ആയിട്ടായിരിക്കണം. അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കറൻസി ആയിരിക്കും ഫണ്ടിലേക്ക് വരുന്നത്. സോ ദാറ്റ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം സ്റ്റേബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, എനി ഡൗട്ട്സ്?
എന്തെങ്കിലും ഡൗട്ട്സ് വേറെ? I think yes. Their voting right in IMF is based on their quota. Sound ഇല്ല. കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? സൗണ്ട് ഓക്കെ ആണ്. ഓക്കെ, അതെന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും സാറേ. ഓക്കെ ഫൈൻ. സോ ആക്ച്വലി ഇപ്പൊ പറഞ്ഞ കോട്ടയുടെ കേസ്, വോട്ടിംഗ് ഇൻ IMF is based on their quota. വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്ന അവരുടെ കോട്ട അനുസരിച്ചാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. എനിവേ വോട്ടിംഗ് ഇസ് ബേസ്ഡ് ഓൺ ദിയർ കോട്ട. എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് സപ്ലിമെന്റ് മെമ്പർ. വാട്ട് ഇസ് ദാറ്റ്? ഓക്കെ ഓക്കെ, അതായത് അതൊരു കണ്ടിന്യൂസ് സെന്റൻസ് ആണ്. SDR is the international reserve asset that supplements members existing reserve assets. അവരുടെ എക്സിസ്റ്റിംഗ് റിസർവ് അസറ്റിനെ സപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഇതിന് പകരമായിട്ട് ഫോറക്സും ഗോൾഡ് അതേപോലുള്ള റിസോഴ്സിന് പകരമായിട്ട് IMF ക്രിയേറ്റ് ചെയ്ത ഒരു അഡീഷണൽ ബാസ്ക്കറ്റ് ആണ് ഈ പറയുന്ന സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. ഓക്കെ, യാ, മൂവിങ് ഓൺ. ദെൻ അബൌട്ട് സബ്സ്ക്രിപ്ഷൻസ്, ഞാൻ പറഞ്ഞ ഏരിയാസ് തന്നെയാണ്, രണ്ടാമത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഓർക്കേണ്ടത് 25% ഈ ഒരു സീലിംഗ് ഓർത്തേക്കുക. 25%, 25% SDR ആയിട്ടായിരിക്കണം കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. SDR എന്ന് പറയുന്നത് ഡോളർ, യൂറോ, യെൻ, പൗണ്ട്, സ്റ്റെർലിംഗ് പ്ലസ് യുവാൻ. ഓക്കെ, യുവാൻ 2016 ആഡ് ചെയ്തതാണ്. ദാറ്റ്സ് വൈ ദർ ഇസ് മിസ്സിംഗ്. 2016 ആഡ് ചെയ്ത ഒരു അഡീഷണൽ കറൻസിയാണ്. യുവാനും സ്റ്റേബിൾ ആണ്, അതുകൊണ്ടാണ്. ദെൻ റോണിയ മിസ് ചോദിച്ച ഡൗട്ടിന്റെ സൊല്യൂഷൻ, ആക്ച്വലി വോട്ടിംഗ് പവർ ഇൻ IMF വരുന്നത് ഇതനുസരിച്ച് തന്നെയാണ്. അതായത് എല്ലാ മെമ്പറിനും ബേസിക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് 20 ബേസിക് വോട്ട്സ്, 250 ബേസിക് വോട്ട്സ്, 250 വോട്ട് ബേസിക് വോട്ടായിട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന SDR കോട്ട എത്രയാണോ, SDR കോട്ട 1 lakh വെച്ചിട്ട്, ഒരു 1 lakhന് അഡീഷണൽ വോട്ട് 1 lakh rupees അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ 1 lakh rupees അല്ല, 1 lakh SDR കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ വോട്ട് അവർക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്. 2 lakh ആണ് അവരുടെ SDRന്റെ വാല്യൂ എങ്കിൽ 2 അഡീഷണൽ വോട്ട് ചെയ്യാം. ഇതാണ് വോട്ടിംഗ് പവർ. ദെൻ access to finance, the amount of financing a member can obtain from IMF is based on its quota. Under standby and extended agreements, which are types of loans, a member can borrow up to 200% of its quota annually and 600% cumulatively. So 2-3 കണ്ടീഷൻസ് ഈ ഒരു ബേസിൽ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയണം. കോട്ട കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യം ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോട്ട കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 100% കോട്ടയിൽ 25% മസ്റ്റ് ബി ഇൻ ദി ഫോം ഓഫ് SDR. SDR ആയിട്ടായിരിക്കണം 25% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 75% ക്യാൻ ബി ഇൻ ദെയർ ഓൺ കറൻസി. ഇനി അവർ കോൺട്രിബ്യൂട്ട് ചെയ്തതിന്റെ 200% വരെ ഒരു ഇയറിൽ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർക്ക് ലോൺ ആയിട്ട് എടുക്കാനുള്ള അധികാരമുണ്ട് നോർമൽ സിനാരിയോയിൽ. ആൻഡ് അടുപ്പിച്ച് അങ്ങനെ നോക്കുമ്പോൾ അടുപ്പിച്ച് 3 വർഷം വരെ ഇവർക്ക് ലോൺ എടുക്കാം. 3 വർഷം എന്ന് ഉദ്ദേശിക്കുന്നത് ക്യുമുലേറ്റീവ്ലി ഇവർക്ക് വരാവുന്നത് 600% മാത്രമാണ്. അതിൽ കൂടുതൽ ലോൺ അലോ ചെയ്യില്ല. ഓക്കെ, അതാണ് ഫിനാൻസിങ്ങുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത്. സോ ഈ കേസിൽ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് 3 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഓർക്കുക. ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് ഓർക്കേണ്ടത് അവരുടെ കോൺട്രിബ്യൂഷൻ. അവരുടെ കോൺട്രിബ്യൂഷൻ 75:25, അത് ആ റേറ്റിലായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ഓർക്കേണ്ടത് വോട്ടിംഗ് പവർ വിൽ ബി ബേസ്ഡ് ഓൺ ദെയർ കോട്ട. ആ കോട്ടയുടെ പെർസെന്റേജ് ആണ് പറഞ്ഞത്. വോട്ടിംഗ് പവർ
എല്ലാ കൺട്രികൾക്കും 250 ബേസിക് വോട്ട്സ് ഉണ്ടാകും. ദെൻ എത്രമാത്രം SDR കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് അഡീഷണൽ വോട്ട്സ് കിട്ടും. ലൈക്ക് 1 lakh SDR വരുന്നുണ്ടെങ്കിൽ 1 lakh SDRന് ഒരു വോട്ട് വെച്ചിട്ട് അവരുടെ വോട്ടിംഗ് റൈറ്റ് കൂടിക്കൊണ്ടിരിക്കും. ദെൻ ഫിനാൻസിങ്ങിനുള്ള അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫിനാൻസ് എന്ന് പറയുന്നത്, ആക്സസ് ടു ഫിനാൻസിങ് എന്ന് പറയുന്നത് ആക്ച്വലി ഇവർക്ക് ഒരു കോട്ട ബേസിലാണ്. അതായത് ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്ത കോട്ടയുടെ ബേസിലാണ്. കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന കോട്ടയുടെ 200% വരെ ലോൺ ആയിട്ട് ഇയർലി മേടിക്കാനുള്ള അധികാരമുണ്ട്. വേറെ ക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ വരാവുന്നത് 600% വരെ മാത്രമാണ്. അതിൽ കൂടുതൽ ലോൺ അനുവദിക്കില്ല. ഇത്രയുമാണ് സബ്സ്ക്രിപ്ഷനെ പറ്റി. ദെൻ ദർ ഗവർണൻസ്. അവരുടെ ഗവർണൻസ് നോക്കുമ്പോൾ മേജർ ബോഡീസിനെ പറ്റി അറിയുക. ഫസ്റ്റ് ഈസ് ബോർഡ് ഓഫ് ഗവർണേഴ്സ്. IMF-ലെ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഗവർണേഴ്സ് ആണ്. ദെൻ ഇതിനകത്ത് വരുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു ഗവർണർ, ദെൻ 1 ഓൾട്ടർനേറ്റീവ് ഗവർണർ ഫോർ ഈച്ച് മെമ്പർ കൺട്രി. ഒരു മെയിൻ ഗവർണറും ഓരോ മെമ്പർ കൺട്രിക്കും ഓരോ ഓൾട്ടർനേറ്റീവ് ഗവർണറും ഇതിനകത്തുണ്ടാവും. ഓക്കെ. Then the governor is appointed by member country and it is usually the minister of finance or the head of the central bank. അതായത് ഈ പറയുന്ന ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് ഈ മെമ്പർ കൺട്രീസ് എല്ലാവരും കൂടി ചേർന്നിട്ടാണ്. അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഓരോ കൺട്രിയെയും റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടിയാണ് ഗവർണർ ആയിട്ട് വരുന്നത്. ഈ പറയുന്ന ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് നോർമലി ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഹി വിൽ ബി ദി ഹെഡ് ഓഫ് സെൻട്രൽ ബാങ്ക്. RBI ഗവർണർ ആയിരിക്കും ഇന്ത്യയെ സംബന്ധിച്ച്. Okay. Then while the board of governors are delegated, most of the powers of the IMF executive board, it's retained the right to approve quota increases. So basically board of directors ന്റെ rights ആണ് ഓർക്കുക IMF-ന്റെ IMF-ന്റെ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്, അതേപോലെ SDR റൈറ്റ്സ് തീരുമാനിക്കുന്നത്, പുതിയ ഇൻഡിവിജ്വൽസിന് എത്രമാത്രം റെമിറ്റൻസ് കൊടുക്കണം, എത്രമാത്രം കോട്ട അവർ പ്രൊവൈഡ് ചെയ്യണം, ഇതിലൊക്കെ ഫൈനൽ ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത് ആക്ച്വലി ഈ പറയുന്ന ബോർഡ് ഓഫ് ഗവർണേഴ്സ് ആണ്. ദെൻ അവരുടെ മിനിമം നോർമലി ഇയറിൽ ഒരു തവണയെങ്കിലും മീറ്റിംഗ് ഹെൽഡ് ചെയ്തിട്ടുണ്ടാവും. ഇത്രയുമാണ് ഗവൺമെന്റ് സ്ട്രക്ചറിൽ ഫസ്റ്റ് ബോർഡ് ഓഫ് ഗവർണേഴ്സിനെ പറ്റി അറിയേണ്ടത്. ബോർഡ് ഓഫ് ഗവർണേഴ്സ് എന്ന് പറയുന്നത് IMF-ലെ ഏറ്റവും വലിയ ബോഡി, ഏറ്റവും വലിയ ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ്. ഇതിലൊരു ഗവർണറും ഒരു ഓൾട്ടർനേറ്റീവ് ഗവർണറും ഉണ്ട്. ഓൾട്ടർനേറ്റീവ് ഗവർണർ എന്ന് പറയുന്നത് മെമ്പർ കൺട്രീസിന്റെ ഓരോ മെമ്പർ കൺട്രിയിൽ നിന്നും ഓരോരുത്തർ വീതമായിരിക്കും വരിക. ദെൻ ഈ ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് ആ കൺട്രിയുടെ ഏത് കൺട്രിക്കാണോ റെപ്രസെന്റേഷൻ വരുന്നത് ആ കൺട്രിയുടെ ഫിനാൻസ് മിനിസ്റ്ററോ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിന്റെ ചീഫോ ആയിരിക്കും. ദെൻ അവരാണ് മേജർ ഡിസിഷൻസ് എല്ലാം എടുക്കുന്നതെന്ന് ഓർക്കുക. അതുകൂടാതെ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇവരുടെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. അതായത് വേൾഡ് ബാങ്ക് ഗ്രൂപ്പിലും സെയിം സിറ്റുവേഷൻ ആണ്, വർഷത്തിൽ ഒരിക്കലെങ്കിലും മീറ്റിംഗ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ബോഡി ഈസ് മിനിസ്റ്റീരിയൽ കമ്മിറ്റീസ്. ദി IMF board of governors is advised by 2 ministerial committees, the International Monetary and Finance Committee and Development Committees. International Monetary and Finance Committee has 24 members drawn from the pool of 186 governors. Actually ministerial committee എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിംഗ് ക്രിയേറ്റ് ചെയ്യും. ഈ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് ഗവർണേഴ്സിനെ റെക്കമെൻഡ് ചെയ്യാനും അവർക്ക് അഡ്വൈസ് ചെയ്യാനും വേണ്ടിയാണ്. ഈ മിനിസ്റ്റീരിയൽ കമ്മിറ്റിയിൽ 2 ബോഡീസ് ആണുള്ളത്. ഒന്നാമത്തെ ബോഡിയാണ് ഇന്റർനാഷണൽ മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കമ്മിറ്റി. സോ ഇന്റർനാഷണൽ മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കമ്മിറ്റി അവർ പ്രധാനമായിട്ടും ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തെ പറ്റിയും ഫിനാൻഷ്യൽ ആസ്പെക്റ്റിനെ പറ്റിയും ഡിസ്കഷൻസ് നടത്തുകയും അതുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻ IMF-ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്നത് 24 മെമ്പേഴ്സ് ആണ്. 24 മെമ്പേഴ്സ് എന്ന് പറയുന്നത് 189 ഗവർണേഴ്സിൽ നിന്നും 186 അല്ല 189 ഗവർണേഴ്സിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ആണ്. മൂന്നാമത്തെ ബോർഡ് ദി എക്സിക്യൂട്ടീവ് ബോർഡ്. ദി IMF's 24 member executive board takes care of daily business of IMF. Together these 24 member represents all 189 countries. So 24 പേരുടെ ഒരു മെമ്പർ ഗ്രൂപ്പിംഗ് ഉണ്ട്, അതിനെയാണ് എക്സിക്യൂട്ടീവ് ബോർഡ് എന്ന് പറയുന്നത്. ഇവരാണ് റെഗുലർ മാറ്റേഴ്സ് IMF-മായി ബന്ധപ്പെട്ട ഡെയിലി അഫയേഴ്സ് എല്ലാം ക്രോസ് ചെക്ക് ചെയ്യുന്നതും നടത്തുന്നതും ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ബോർഡാണ്. Is it clear? Any doubts from IMF? IMF കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം.
ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, കുറെ ടേംസ് ഓർത്ത് വെച്ചേക്കുക. SDR ഓർക്കണം, ബാലൻസ് ഓഫ് പേയ്മെന്റ് ഓർക്കണം, വാട്ട് ഈസ് ഡിസ്ഇക്വിലിബ്രിയം ഇൻ ബാലൻസ് ഓഫ് പേയ്മെന്റ് അറിയണം, അതേപോലെ SDR ബാസ്ക്കറ്റ് എന്താണെന്ന് അറിയുക, ദെൻ വോട്ടിംഗ് റൈറ്റ്സ്, ലൈക്ക് ഈ പറയുന്ന എല്ലാ ടേംസും നമ്മൾ കൂടുതൽ റെലവൻസ് കൊടുത്തിട്ട് ഓർക്കുക. നോ ഡൗട്ട്സ് റൈറ്റ്? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? മെമ്പർഷിപ്പ് ക്യാൻസലേഷൻ, അങ്ങനെ ഒരു സിനാരിയോ നോർമൽ കേസിൽ ഉണ്ടാവില്ല. സോവറിൻ കൺട്രി ആയിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം മെമ്പർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാം. സോവറിൻറ്റി നഷ്ടപ്പെടുവാണെങ്കിൽ, അതായത് ഇവരെ വേറൊരു കൺട്രി ഏറ്റെടുക്കുകയാണ്, ഇവരുടെ ഭരണം മറ്റൊരു കൺട്രിയുടെ കീഴിൽ പോവുകയാണ്, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മാത്രമേ മെമ്പർഷിപ്പ് നഷ്ടപ്പെടുകയുള്ളൂ. നോർമൽ കേസിൽ ഇത് ഒരു വെൽഫെയർ ബോഡിയാണ്, അതുകൊണ്ട് തന്നെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്ന സിറ്റുവേഷൻസ് നോർമൽ കേസിൽ അറൈസ് ചെയ്യില്ല. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, സ്ട്രെസ് ചെയ്യുന്നു, നോർമൽ സിനാരിയോസിൽ. അതായത് ചില കേസുകളുണ്ട്, ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾ ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ ചില കേസുകളിൽ ഇവിടെ ഭരണം തന്നെ നഷ്ടപ്പെടുന്നു, ടെററിസ്റ്റ് ഗ്രൂപ്പിംഗ്സ് വരുന്നു, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ അവർക്ക് മെമ്പർഷിപ്പ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്യപ്പെടും. നെക്സ്റ്റ്, another important topic, that is World Bank Group. World Bank Group എന്ന് പറയുന്നത് a combination of 4 major groupings. അതിൽ ഗവൺമെന്റ് ബോഡീസും നമുക്ക് കാണാൻ സാധിക്കും, പ്രൈവറ്റ് സെക്ടർ ബോഡീസും നമുക്ക് കാണാൻ പറ്റും. ദെൻ രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ട് ഒരു ബോഡി നമുക്ക് കാണാം. ഗവൺമെന്റ് ബോഡീസ് എന്ന് പറയാവുന്നത് IBRD ആൻഡ് IDA. IBRDയും IDAയും വർക്ക് ചെയ്യുന്നത് ആക്ച്വലി ഫോർ ദി വെൽഫെയർ. IBRD എന്ന് പറയുന്നത് മിഡിൽ ഇൻകം കൺട്രീസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി. ദെൻ IDA എന്ന് പറയുന്നത് ബേസിക്കലി അവർ ടാർഗറ്റ് ചെയ്യുന്നത് ലോവർ ഇൻകം കൺട്രീസിനെയാണ്, LDC എന്ന് പറയും. ഓക്കെ, ആഫ്രിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ ആഫ്രിക്കയിലുള്ള ഏതാണ്ട് 54 കൺട്രികളാണ് ടോട്ടൽ ഉള്ളത്. ഇതിൽ 50 എണ്ണവും LDC ആണ്. ലൈക്വൈസ് ലീസ്റ്റ് ഡെവലപ്ഡ് നേഷൻസ് ഉണ്ടെങ്കിൽ ആ ലീസ്റ്റ് ഡെവലപ്ഡ് നേഷനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന അജണ്ടയായിട്ട് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഏജൻസി അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ദെൻ IFC ആൻഡ് MIGA. IFC is all about supporting business entities. ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ആണ് ബിസിനസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന പർപ്പസ്. വെൻ ഇറ്റ് കംസ് ടു MIGA, that is മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി അതോറിറ്റി. MIGA എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് എന്ന് നമുക്ക് പറയാം, ഇത് ബേസിക്കലി ഒരു ഗ്യാരണ്ടിയാണ്, ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ബോഡി. ദെൻ നെക്സ്റ്റ് ഈസ് ICSID. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോഡിയാണ്. ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട് എന്ന് പറയുമ്പോൾ അത് ഗവൺമെന്റ് സ്ട്രക്ചറിൽ വരുന്നതാകാം, അതേപോലെ തന്നെ പ്രൈവറ്റ് പാർട്ടീസിൽ വരുന്നതാകാം. ഇത് രണ്ടും സെറ്റിൽ ചെയ്യുന്നത് ICSID ആണ്. സോ ദിസ് ആർ ദി ബോഡീസ്. ഇത്രയും ബോഡീസ് ആണ് ആക്ച്വലി വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഫോറത്തിലുള്ളത്. So let's check what is the concept of World Bank. An international organization dedicated to provide financing, advice, research to developing nations to aid their economic advances. So developing nations നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു ബോഡി. ഇവരുടെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ബേസിക് അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ റിസർച്ച് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഫിനാൻഷ്യൽ സപ്പോർട്ട്, അഡ്വൈസ് ആൻഡ് റിസർച്ച് അസിസ്റ്റൻസ്. ഇത് പ്രകാരം ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് വേൾഡ് ബാങ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വേൾഡ് ബാങ്ക് ഗ്രൂപ്പിംഗ് ആണ്. 5 ബോഡിയും കൃത്യമായിട്ട് ഓർത്തേക്കുക. ഫസ്റ്റ് ബോഡി ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇതാണ് 1945 സ്റ്റാർട്ട് ചെയ്തത്. അതായത് വേൾഡ് വാർ എൻഡ് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് ചെയ്ത ബോഡി ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ്, അതാണ് അത്രയും പേരാണ്, ഓഫ് ഇക്കോണമീസ് സ്റ്റാമ്പേഡ് ബൈ സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിൽ തകർന്ന ഇക്കോണമീസിന്റെ റീകൺസ്ട്രക്ഷനും ഡെവലപ്മെന്റിനും വേണ്ടി ക്രിയേറ്റ് ചെയ്ത ബോഡിയാണ് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അടുത്തത് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ. ബേസിക്കലി നമ്മൾ പറഞ്ഞു, ഏറ്റവും താഴേക്കിടയിൽ വരുന്ന രാജ്യങ്ങളുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി, അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബോഡിയാണ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. വെൽഫെയർ ആക്ടിവിറ്റീസ് ആയിരിക്കും പ്രധാനമായിട്ടും ഏറ്റെടുത്ത് ചെയ്യുന്നത്. അടുത്തത് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, സപ്പോർട്ടിംഗ് ഓൾ ദി മേജർ എൻറ്റിറ്റീസ്, മേ ബി ബിസിനസ് എൻറ്റിറ്റീസ് ആകാം, അതേപോലെ സ്മോൾ സ്കെയിൽ എൻറ്റിറ്റീസ് ആകാം, MSME ആകാം, അങ്ങനെയുള്ള ഏരിയകളെ സപ്പോർട്ട് ചെയ്യാം. ദെൻ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി പ്രൊവൈഡർ ആണ്.
Investment guarantee provider means it's like a like an insurance. Then last settlement dispute settlement body. ഇത്രയും ഓർഗൻസ് ആണ് വേൾഡ് ബാങ്കിനുള്ളത്. Let's start from IBRD. IBRD is popularly known as World Bank because ഇതാണ് ആദ്യത്തെ ബോഡി. വേൾഡ് ബാങ്ക് എന്നുള്ള പേരിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ബോഡി IBRD ആണ്. അതുകൊണ്ട് ഇതിനെ വേൾഡ് ബാങ്ക് എന്നും അറിയപ്പെടും. It was established to promote long-term assistance for reconstruction and development of economies of member countries. അതായത് ഈ പറയുന്ന മെമ്പർ കൺട്രീസിന്റെ അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി ലോങ് ടേം അസിസ്റ്റൻസ് ഓർത്തേക്ക. ഈ വേർഡാണ് ഇവിടെ നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ ഒരെണ്ണം കോപ്പി ചെയ്തായിരുന്നു, ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പർപ്പസ് ഫോർ റെക്ടിഫൈങ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ ഒരു വേർഡ് കോപ്പി ചെയ്തായിരുന്നു. ദാറ്റ് വാസ് ഇൻ ദി കേസ് ഓഫ് IMF. ഇവിടെയാണെങ്കിൽ വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ IBRD എന്ന് പറയുന്ന ബോഡി ആണെങ്കിൽ ഇതിന്റെ ബേസിക് എയിം എന്ന് പറയുന്നത് ലോങ് ടൈം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാണ്. അതിന്റെ പർപ്പസ് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. മെമ്പർ കൺട്രീസിന്റെ റീകൺസ്ട്രക്ഷനും ഡെവലപ്മെന്റിനും വേണ്ടിയുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്തത് വേൾഡ് വാർ 2 ഡാമേജ്ഡ് ആയ ഇക്കോണമീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ആയിരുന്നു. ദെൻ established in 1944 after Bretton Woods Conference. So basic thing is reconstruction of weak economies, weak countries. Then next body for that ഇതിന്റെ ഒരു ബേസിക് തിങ് പറയുന്നുണ്ട്. ബേസിക് കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടി മാത്രം. ഇതൊരു ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓൾറെഡി ഡാമേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ഡെവലപ്ഡ് ആയിട്ട് നിൽക്കുന്ന കൺട്രികൾക്ക് ഡെവലപ്മെന്റിന് വേണ്ടി ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നു. അതാണ് ബേസിക് പർപ്പസ്. ദെൻ ഡെവലപ്മെന്റ് അസിസ്റ്റൻസും പോവർട്ടി റിഡക്ഷനുമാണ് ബേസിക് എയിം ആയിട്ട് വെച്ചിട്ടുള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ വാഷിംഗ്ടൺ DC, ലണ്ടൻ. മെമ്പർഷിപ്പ് കറന്റ് 189 കൺട്രീസ് ആണ് മെമ്പർഷിപ്പ് ആയിട്ടുള്ളത്. ദെൻ ഹെഡ് ജിം യോങ് കിങ് ആണ്. പാരന്റ് ഓർഗനൈസേഷൻ ഈസ് വേൾഡ് ബാങ്ക്. ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുക വേണ്ട. നമുക്ക് essays എഴുതുവാണെങ്കിൽ ഫോർ PSC essays എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അതേപോലെ ഇൻ കേസ് ഓഫ് നെറ്റ് ആസ്പിരൻസിനാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട. നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. വേൾഡ് ബാങ്ക് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ IBRD ബന്ധപ്പെട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം മനസ്സിലാക്കി വെക്കേണ്ടത്. മൂവിങ് ഓൺ. Next is IDA, International Development Association. IDA was established in 1960 as an affiliate of World Bank. World Bank in ഒരു affiliate body ആയിട്ട് 1960 അതായത് വേൾഡ് ബാങ്ക് IBRD ഫോം ചെയ്ത് വർഷങ്ങൾക്ക് ശേഷമാണ് IDA സ്റ്റാർട്ട് ചെയ്യുന്നത്. It was established primarily to provide finance to less developed member countries on a soft loan basis. എന്താ ഈ സോഫ്റ്റ് ലോൺ ഒന്ന് പറയാമോ? എന്താണ് സോഫ്റ്റ് ലോൺ? What do you mean by soft loan? Any idea? വോളിയം കുറയുന്നു. പറയുന്ന ക്ലിയർ ആവുന്നില്ലേ? അത് ലോണിന്റെ വോളിയം കുറവാണെന്നാണോ? ഓക്കെ. സോഫ്റ്റ് ലോൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ ടൈപ്പ് ലോൺസ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞത് എന്നാൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത ലോൺ. അത് ഏറ്റവും ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ് ആക്ച്വലി ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷന്റെ ബേസിക് പർപ്പസ്. ഓക്കെ. ദെൻ there are 173 member countries right now in IDA. Moving on, next body is International Finance Corporation. It was established in 1956. The basic purpose is to provide finance to private sector in developing countries. Developing countries in financial assistance provide ചെയ്യുന്നു. Developing countries private sector development വേണ്ടി, private sector organization development വേണ്ടിയുള്ള financial assistance ആണ് International Finance Corporation provide ചെയ്യുന്നത്. Then it is affiliated to World Bank, but it is a separate legal entity. Funds and Association. ഇത് വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന
അതായത് വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ ഒരു പാർട്ട് എന്ന് നമുക്ക് പറയാമെങ്കിലും ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് എന്റിറ്റി സ്റ്റാറ്റസോടുകൂടിയാണ്. ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ഇസ് എ സെപ്പറേറ്റ് എന്റിറ്റി. വെറസ് വേൾഡ് ബാങ്കിന്റെ ബാക്കിയുള്ള ബോഡീസ് എടുക്കുകയാണെങ്കിൽ വേൾഡ് ബാങ്ക് ഗ്രൂപ്പിന്റെ പാർട്ട് ആണെങ്കിൽ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ഒരു ഇൻഡിപെൻഡന്റ് എന്റിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തേക്കുക. ഇതിന്റെ എയിം എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് പ്രൊഡക്റ്റീവ് പ്രൈവറ്റ് എന്റർപ്രൈസസ്, പ്രൈവറ്റ് ബിസിനസിനെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ ഗ്രോത്തിനും അവരുടെ പ്രൊഡക്റ്റീവ് വർക്ക് ലൈഫിനും വേണ്ടി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് IFCയുടെ ബേസിക് എയിം. Next, fourth organ is the Multilateral Investment Guarantee Agency, MIGA. Multilateral Investment Guarantee Agency established in 1988. The basic purpose, supplement the function of World Bank and IFC. World Bank ഇന്റെയും IFCയുടെയും ഫംഗ്ഷനെ സപ്ലിമെന്റ് ചെയ്യുക. ആക്ച്വലി ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി, നിങ്ങൾ മറ്റു രാജ്യങ്ങളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രൈവറ്റ് പാർട്ടീസ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണ്ട ഗ്യാരണ്ടി, ഒരു അഷ്വറൻസ്, സ്റ്റെബിലിറ്റി അഷ്വർ ചെയ്യാൻ വേണ്ടിയുള്ള ഇൻഷുറൻസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മറ്റു രാജ്യങ്ങളിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റിന് സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ പ്രൊവൈഡിങ് ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി. ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഈസ് പോപ്പുലർലി നോൺ ആസ് ഇൻഷുറൻസ്. ഒരു ഇൻഷുറൻസ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ വരുന്ന ലോസിൽ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാരണ്ടി. ലോസ് വരുവാണെങ്കിൽ അത് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടാണ് മിഗ പ്രൊവൈഡ് ചെയ്യുന്നത്. Then there are 181 member countries. Headquarters is at Washington DC and parent organization is World Bank. ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. Moving on, next body is United Nations Conference on Trade and Development. Before that നമ്മൾ ഒരു ഓർഗനെ പറ്റി ഡിസ്കസ് ചെയ്തില്ല. ആ ഓർഗൻ ആണ് ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട്സ്. ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളുടെ ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട്, അതായത് FDIയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ FPIയുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടി, അതുമായി ബന്ധപ്പെട്ടുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസ് തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ഫോറം ആയിട്ടാണ് ഈ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോഡി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ICSID, ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട്സ്. ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് പ്രധാന അജണ്ട. ഇത് വർക്ക് ചെയ്യുന്നത് ഒരു മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യുക എന്നുള്ളൊരു എയിമോട് കൂടിയാണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് വേൾഡ് ബാങ്ക്. രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. IMF, സെക്കൻഡ് ടോപ്പിക് വാസ് വേൾഡ് ബാങ്ക്. ഡൗട്ട്സിനുള്ള ടൈമാണ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം. നിങ്ങളുടെ ഡൗട്ട്സ് കമന്റ് ചെയ്തു, ഇപ്പൊ തന്നെ സോൾവ് ചെയ്യാം. Any doubts? No. Definitely. Share ചെയ്യാം, മെറ്റീരിയൽ ഷെയർ ചെയ്യാം. No issues. വേറെ ഡൗട്ട്സ് ഒന്നുമില്ല. അടുത്ത ബോഡിയിലേക്ക് പോയാലോ. നെക്സ്റ്റ് ബോഡി യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. സോ ഇതുവരെ നമ്മൾ പറഞ്ഞ ബോഡീസ് എല്ലാം ഇൻഡിപെൻഡന്റ് ബോഡീസ് ആണ്, അല്ലെങ്കിൽ യുനാനിമസ് ബോഡീസ്, ഇൻഡിപെൻഡന്റ് വർക്കിംഗ് ബോഡീസ് ആണ്. വെറസ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു UN ബോഡിയാണ്. യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിലുള്ള ട്രേഡും ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്പെക്സ് ബോഡിയാണ് ആക്ച്വലി UNCTAD. Okay, it was established in 1964. ജനീവയാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. Then basic aim is to promote development friendly integration for developing countries in the world economy. ഇവരെല്ലാവരെയും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട്, വേൾഡ് ഇക്കോണമിയെ മൊത്തമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഇക്കോണമിയുടെ ഇന്റഗ്രേഷൻ ഹാപ്പൻ ചെയ്യുന്നത് ഇന്റർനാഷണൽ ട്രേഡ് മറ്റു മാത്രമാണ്. ഇന്റർനാഷണൽ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുന്നത് വഴി ഇന്റർനാഷണൽ ലെവലിൽ ഒരു ഫ്രണ്ട്ലി ഇന്റഗ്രേഷൻ ക്രിയേറ്റ് ചെയ്യുക, അതുവഴി എല്ലാ കൺട്രികളുടെയും ഡെവലപ്മെന്റും വേൾഡ് മൊത്തമായിട്ടുള്ള ഡെവലപ്മെന്റും എഷ്യൂർ ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന എയിം. ലെറ്റ് മീ റിപ്പീറ്റ്, പ്രൊമോട്ട് ദി ഡെവലപ്മെന്റ് ഫ്രണ്ട്ലി ഇന്റഗ്രേഷൻ of developing countries to
ദി വേൾഡ് ഇക്കോണമി. ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ബേസിക്കലി ടാർഗറ്റ് ചെയ്യുന്ന എപ്പോഴും ഡെവലപ്പിംഗ് കൺട്രീസിനെയാണ്. ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി അവർക്ക് വേണ്ടി ഒരു ബെറ്റർ ഇന്റഗ്രേഷൻ ക്രിയേറ്റ് ചെയ്യുക, റീജിയണൽ ഗ്രൂപ്പിംഗ്സ് ക്രിയേറ്റ് ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിന് വേണ്ട അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, ബൈ ദ വേ വേൾഡ് ഇക്കോണമി തന്നെ ഡെവലപ്പ് ചെയ്യിപ്പിക്കുക. ഇതാണ് UNCTAD ബേസിക് എയിം. Then to promote, to help shape current policy debates and thinking on development with a particular focus on ensuring that domestic policies and international actions are mutually supportive in bringing about sustainable development. So, നിലവിൽ അവരുടെ എയിം ആയിട്ട് പറയാവുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ കേസ് തന്നെ. ആദ്യം പറഞ്ഞ കേസ് ഉദ്ദേശിക്കുന്നത് ഇന്റർനാഷണൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ബെറ്റർ പോളിസീസ് ക്രിയേറ്റ് ചെയ്യുക, ആ പോളിസീസ് എല്ലാം ഡെവലപ്മെന്റിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഫ്രെയിം ചെയ്യുക, ദെൻ സപ്പോർട്ടീവ് ആക്ഷൻസ് എടുക്കുക, മ്യൂച്വൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആക്ഷൻസ് വഴി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഷ്യൂർ ചെയ്യുക. സോ ഇവിടെ ഓർക്കേണ്ട ടേംസ്, വൺ സെക്കൻഡ്. See, first thing is that ഇവരുടെ ബേസിക് എയിം ആയിട്ട് ഓർക്കേണ്ടത് ഫസ്റ്റ് തിങ് ഡെവലപ്മെന്റ് ഫ്രണ്ട്ലി ഇന്റഗ്രേഷൻ. എന്തിനു വേണ്ടിയാ? ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇതാണ് നമ്മളുടെ ഒരു റീഡിംഗ് തന്നെ കിട്ടേണ്ടത്. ഇവരുടെ എയിം ആയിട്ട് നമുക്ക് പറയാവുന്നത് ഇതൊരു ഡെവലപ്മെന്റ് ഫ്രണ്ട്ലി ഇന്റഗ്രേഷൻ ആണ് ഫോർ പ്രൊമോട്ടിംഗ് ഡെവലപ്പിംഗ് ഇക്കോണമീസ് in order to assure സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതാണ് അവരുടെ പർപ്പസ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. കറന്റ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 194 കൺട്രീസ് ആണ്. ആൻഡ് ഫങ്ഷൻസ്, ഫസ്റ്റ് ഫങ്ഷൻ ടു പ്രൊമോട്ട് ഇന്റർനാഷണൽ ട്രേഡ് വിത്ത് എ വ്യൂ ടു ആക്സലറേറ്റിംഗ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. ബേസിക് ഫങ്ഷൻ ആയിട്ട് പറയാം, ഇന്റർനാഷണൽ ട്രേഡ് പ്രൊമോട്ട് ചെയ്യുക. രണ്ടാമതായിട്ട് ടു ഫോർമുലേറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ് ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് റിലേറ്റഡ് പ്രോബ്ലംസ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. ഇന്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള പോളിസീസ് ഫ്രെയിം ചെയ്യുക, അതേപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെ വഴി ഇക്കണോമിക് ഡെവലപ്മെന്റ് അഷ്യൂർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമതായിട്ട് ടു നെഗോഷിയേറ്റ് മൾട്ടിനാഷണൽ ട്രേഡ് എഗ്രിമെന്റ്സ്. സോ പല രാജ്യങ്ങളും ആയിട്ടുള്ള ഗ്രൂപ്പിംഗ്സ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞു. അതേപോലെ തന്നെ മൾട്ടിനാഷണൽ ലെവലിലുള്ള ട്രേഡ് എഗ്രിമെന്റ്സ് പ്രൊമോട്ട് ചെയ്യുക, ഫ്രീ ട്രേഡ് സോൺ ക്രിയേറ്റ് ചെയ്യുന്നതും ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നതും അതേപോലെ കസ്റ്റംസ് യൂണിയൻ ക്രിയേറ്റ് ചെയ്യുന്നതും ഒക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് തിങ്. Then to make proposals for putting its principles and policies into actions. ഇവരുടെ ബേസിക് പ്രിൻസിപ്പിൾസും പോളിസീസും ആക്ഷനിലേക്ക് കൊണ്ടുവരാനുള്ള പ്രപ്പോസൽ ക്രിയേറ്റ് ചെയ്യുക. ഇത്രയുമാണ് UNCTAD ബേസിക് ഫങ്ഷൻസ്. Let me repeat, ഇന്റർനാഷണൽ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുക, അതുവഴി ഇന്റർനാഷണൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് ആക്സലറേറ്റ് ചെയ്യുക. രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ട ഇന്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസും പോളിസീസും ഒക്കെ ഡെവലപ്പ് ചെയ്യുക. മൂന്നാമതായിട്ട് മൾട്ടിനാഷണൽ ട്രേഡ് എഗ്രിമെന്റ്സ് നെഗോഷിയേറ്റ് ചെയ്യുക, മൾട്ടിനാഷണൽ ട്രേഡ് എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഫൈനലി ഇവർ ഫ്രെയിം ചെയ്ത പോളിസീസും അതേപോലെ പ്രിൻസിപ്പിൾസും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പ്രപ്പോസൽസ് ക്രിയേറ്റ് ചെയ്യുക. ഇത്രയുമാണ് ഫങ്ഷൻസ് ഓഫ് UNCTAD. Then their major activities, it includes research and support negotiations for commodity agreements, technical elaboration of new trade activities designed to assist developing countries in the area of trade and capital. So basically research support, അതേപോലെ negotiations create ചെയ്യുന്നതിനുള്ള support, then technical support. ഇതെല്ലാം ഡെവലപ്പിംഗ് കൺട്രീസിന് പ്രൊവൈഡ് ചെയ്യുക, അതുവഴി അവരുടെ ഇക്കണോമിക് ഡെവലപ്മെന്റ് അഷ്യൂർ ചെയ്യുക. ഇതാണ് മേജർ ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസിൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുക, ഡെവലപ്പിംഗ് കൺട്രീസും നെഗോഷിയേഷൻ എഗ്രിമെന്റ്സ് നെഗോഷിയേറ്റ് ചെയ്യുക ഇന്റർനാഷണൽ ലെവലിലുള്ള, അതേപോലെ അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി ട്രേഡ് ആക്ടിവിറ്റീസ് ആയാലും ടെക്നിക്കൽ കൊളാബറേഷൻ ആയാലും ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് UNCTAD ബേസിക് ആക്ടിവിറ്റീസ്. ദെൻ ഇത്രയുമാണ് UNCTAD പറ്റി ഓർക്കേണ്ടത്. ലൈക്ക് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ UNCTAD എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിലുള്ള ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അപ്പെക്സ് ഓർഗൺ ആണ്. അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ താഴെ വരുന്ന ട്രേഡ് റിലേറ്റഡ് ബോഡി എന്ന് പറയുന്നത് UNCTAD ആണ്. Okay, that's all about UNCTAD. Moving on,
Next topic is World Trade Organization that I think വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ക്രിയേഷനുമായി ബന്ധപ്പെട്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഡിഫറെന്റ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു സെഷൻ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ഫസ്റ്റ് സെഷൻ നമ്മുടെ ഏറ്റവും ആദ്യത്തെ സെഷൻ അതുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഈവൻ ദോ ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്യുവാണ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ പറ്റി വീണ്ടും ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു. ബിക്കോസ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇന്റർനാഷണൽ ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ചോദിക്കും. ഓക്കെ, സോ 1947 ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രപ്പോസൽ വന്നിരുന്നു, ITO. പക്ഷേ അമേരിക്കൻ ഒപ്പോസിഷൻ കാരണം നിലവിൽ വന്നില്ല. 1947 അതിന് പകരമായിട്ടൊരു എഗ്രിമെന്റ് എഴുതി. ആ എഗ്രിമെന്റ് ആണ് GATT, ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ഈ എഗ്രിമെന്റ് പ്രകാരമാണ് പിന്നീട് ഇന്റർനാഷണൽ ട്രേഡ് നടന്നത്. ദെൻ ആ എഗ്രിമെന്റിൽ ഡിഫറെന്റ് നെഗോഷിയേഷൻസ് നടന്നു. അതായത് ഡിഫറെന്റ് റൗണ്ട്സ് ഓഫ് കോൺഫറൻസുകൾ നടന്നു. പുതിയ പുതിയ ഏരിയാസ് വന്നു. ആദ്യം നമ്മൾ എഗ്രിമെന്റ് എഴുതിയത് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ്. പിന്നീട് ട്രേഡ് ഇൻ ഗുഡ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മാറി ട്രേഡ് ഇൻ സർവീസസ് വന്നു. ട്രേഡ് ഇൻ സർവീസസ് കഴിയുമ്പോൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് വരുന്നു. അതുമായിട്ട് ഡീൽ ചെയ്ത് ഒരു രീതിയിലായപ്പോഴേക്കും പിന്നെ എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ വരുന്നു, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റ്സ് വരുന്നു. ഇതെല്ലാം കൂടി ഒരു എഗ്രിമെന്റിന്, അതായത് ഈ പറയുന്ന എല്ലാ കാര്യവും GATTന്റെ കീഴിൽ നടപ്പിലാക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ബിക്കോസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താണോ അതിൽ എഴുതിയിരിക്കുന്നത് അതിന് മാത്രമായിരിക്കും വാലിഡിറ്റി ഉള്ളത്. വേറസ് ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ടൈം ടു ടൈം പുതിയ പുതിയ നെഗോഷിയേഷൻസ് ഉണ്ടാക്കാൻ ഓർഗനൈസേഷന് സാധിക്കും. ദാറ്റ്സ് വൈ GATT എന്ന് പറയുന്ന എഗ്രിമെന്റിന്റെ ഡിഫറെന്റ് റൗണ്ട് ഓഫ് നെഗോഷിയേഷൻസ് നടന്നു. അതായത് പല തവണ ഇവർ ചർച്ചകൾ നടത്തി. ആ ചർച്ചകളുടെ ഒടുവിൽ 8th റൗണ്ട് ഓഫ് നെഗോഷിയേഷൻസ് 1986 to 1994 ഈ ടൈം പീരീഡിൽ നടന്ന 8th റൗണ്ട് ഓഫ് നെഗോഷിയേഷൻസിനെയാണ് നമ്മൾ ഉറുഗ്വേ റൗണ്ട് ഓഫ് നെഗോഷിയേഷൻസ് എന്ന് പറയുന്നത്. ഉറുഗ്വേ റൗണ്ട് ഓഫ് നെഗോഷിയേഷൻസിന്റെ എൻഡിൽ 1994 ഡിസംബർ 14 മറക്കേഷ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. ഈ മറാക്കേഷ് എഗ്രിമെന്റ് പ്രകാരം WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു അപ്പെക്സ് ബോഡി ക്രിയേറ്റ് ചെയ്യുന്നു. ഈ അപ്പെക്സ് ബോഡി വെച്ചുകൊണ്ട് ഇന്റർനാഷണൽ ട്രേഡിലെ ഡിഫറെന്റ് എഗ്രിമെന്റ് സോൾവ് ചെയ്യുകയാണ് പ്രധാന എയിം. ഓക്കെ, ഡിഫറെന്റ് എഗ്രിമെന്റ്സ് നെഗോഷിയേറ്റ് ചെയ്യുക, ആ നെഗോഷിയേറ്റ് ചെയ്ത എഗ്രിമെന്റ്സ് നടപ്പിലാക്കുക. അതിനുവേണ്ടി ഒരു ബോഡി ക്രിയേറ്റ് ചെയ്യുന്നു. അതുവരെ അങ്ങനെ ഒരു ബോഡി ഇല്ല, എഗ്രിമെന്റ് ആയിരുന്നു. ആ GATT ആയിരുന്നു എഗ്രിമെന്റ്. ആ എഗ്രിമെന്റിനെ ഒരു ബോഡിയാക്കി മാറ്റുമ്പോൾ GATT എന്ന് പറയുന്നത് ഈ എഗ്രിമെന്റിന്റെ അല്ലെങ്കിൽ WTOയുടെ അണ്ടർലൈങ് ഓർ അംബ്രല്ല എഗ്രിമെന്റ് ആയിട്ട് മാറി. ഓക്കെ, ഇത്രയും കേസുകൾ ഫസ്റ്റ് ലെക്ചർ നിങ്ങൾ കണ്ടാൽ മതി, അതിനകത്തുണ്ട്. സോ കണ്ടിന്യൂ ചെയ്യുന്നു. എന്താണ് എയിം? WTO ഫോം ചെയ്യാനുള്ള ബേസിക് എയിം അല്ലെങ്കിൽ WTOയുടെ ബേസിക് എയിം എന്ന് പറയുന്നത് ടു ഇംപ്രൂവ് വെൽഫെയർ ഓഫ് ദി മെമ്പർ കൺട്രീസ് ബൈ ലോവറിംഗ് ട്രേഡ് ബാരിയേഴ്സ്. ട്രേഡ് ബാരിയേഴ്സ് മിനിമൈസ് ചെയ്യുന്നത് വഴി മെമ്പർ കൺട്രീസിന്റെ വെൽഫെയർ ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, സോ is there any issue with the trade barriers? നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ലാസ്റ്റ് സെഷനിൽ. താരിഫ് ബാരിയേഴ്സും നോൺ താരിഫ് ബാരിയേഴ്സും കൊണ്ട് ഓരോന്നും എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ട്രേഡ് ബാരിയേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ട്രേഡിനെ അത് എങ്ങനെ നെഗറ്റീവായിട്ട് ബാധിക്കും, എന്തുകൊണ്ട് അത് മിനിമൈസ് ചെയ്യണം എന്നുള്ളതൊന്ന് ആലോചിക്കണം. ബിക്കോസ് എങ്ങനെയാണ് അത് ഇന്റർനാഷണൽ ട്രേഡിനെ അഫക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി പറയുന്ന WTOയുടെ പ്രിൻസിപ്പിൾസും WTO എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ എനിവേ, നമുക്ക് ആദ്യം ഓർക്കേണ്ടത് WTOയുടെ ബേസിക് എയിം എന്ന് പറയുന്നത് ടു ഇംപ്രൂവ് വെൽഫെയർ ഓഫ് മെമ്പർ കൺട്രീസ് ബൈ ലോവറിംഗ് ട്രേഡ് ബാരിയേഴ്സ്. ട്രേഡ് ബാരിയേഴ്സ് മിനിമൈസ് ചെയ്തുകൊണ്ട് മെമ്പർ കൺട്രീസിന്റെ വെൽഫെയർ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യുക. Then World Trade Organization is a member driven with decisions taken by general agreement among all members of government, and it deals with the rules of trade between nations at a global or near global level. But there is more to it than that. Actually, you need to know that ഇതൊരു member driven program ആണ്. എന്തുകൊണ്ടാണ് WTOയെ മെമ്പർ ഡ്രിവൺ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ WTO എടുക്കുന്ന തീരുമാനങ്ങളല്ല, WTOയുടെ മെമ്പേഴ്സ് എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഓക്കെ,
WTOയുടെ മെമ്പർ കൺട്രികളെല്ലാം കൂടി നെഗോഷിയേഷനിൽ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് WTOയുടെ തീരുമാനങ്ങളായിട്ട് മാറുന്നത്. അല്ലാതെ WTO ആസ് ആൻ ഓർഗനൈസേഷൻ തീരുമാനങ്ങളൊന്നും എടുക്കുന്നില്ല. മെമ്പർ കൺട്രീസ് എടുക്കുന്ന എഗ്രിമെന്റ്സ് അല്ലെങ്കിൽ മെമ്പർ കൺട്രീസ് എല്ലാവരും കൂടി ചേർന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന എഗ്രിമെന്റ്സ് ആണ് WTO എഗ്രിമെന്റ്സ് ആയിട്ട് മാറുന്നത്. ഓക്കെ. ദെൻ WTOയുടെ മേജർ ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നോക്കുവാണെങ്കിൽ, as I already said, GATT ക്രിയേറ്റ് ചെയ്യുമ്പോൾ GATT ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ് ദാറ്റ് വാസ് റിലേറ്റിംഗ് ടു ഗുഡ്സ് ഓൺലി, ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് മാത്രമുള്ള ഒരു എഗ്രിമെന്റ് ആയിരുന്നു. ഇന്ന് നോക്കുവാണെങ്കിൽ WTOയുടെ പെർവ്യൂ കുറെ ബ്രോഡാണ്. അതിനകത്ത് വരുന്ന ഡിഫറെന്റ് ആസ്പെക്ട് നോക്കിക്കഴിഞ്ഞാൽ അഗ്രികൾച്ചർ വരുന്നുണ്ട്, ടെക്സ്റ്റൈൽ ആൻഡ് ക്ലോത്തിങ് വരുന്നുണ്ട്, ബാങ്കിങ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഗവൺമെന്റ് പർച്ചേസസ്, ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സ്, പ്രൊഡക്റ്റ് സേഫ്റ്റി, ഫുഡ് സാനിറ്റൈസേഷൻ, ദെൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തൊട്ട് ഒരുപാട് ഏരിയകൾ ഇന്ന് WTOയുടെ കീഴിലാണ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇന്റർനാഷണൽ റിലേഷൻസ് എല്ലാം WTOയുടെ പെർവ്യൂവിലായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. Then the WTO agreements are lengthy and complex because they are legal texts covering a whole range of activities. So just പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരുപാട് ആക്ടിവിറ്റീസ് ഇപ്പോ ടെക്സ്റ്റൈൽ എഗ്രിമെന്റ് ഓൺ ടെക്സ്റ്റൈൽ ഉണ്ട്. അതിനകത്ത് വരുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബ്രോഡ് ഡോക്യുമെന്റ് ആണ്. അത്രയും ലെങ്തിയാണ് ഓൾമോസ്റ്റ് എല്ലാ എഗ്രിമെന്റ്സും. എന്തിനാണ് ഇത്രയും ലെങ്തി ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ആക്ടിവിറ്റീസും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് WTO. WTOയുടെ ബേസിക് ഫങ്ഷൻസ്. ഫസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റിംഗ് WTO എഗ്രിമെന്റ്സ്. WTO എഗ്രിമെന്റ്സ് നടക്കുന്നുണ്ട്, അത് ഓവർസീ ചെയ്യുക എന്നുള്ളതാണ്, നടപ്പിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ദെൻ ഇറ്റ്സ് എ ഫോറം ഫോർ ട്രേഡ് നെഗോഷിയേഷൻസ്. രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് നെഗോഷിയേഷൻസ് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു ഫോറമായിട്ടും WTO ആക്ട് ചെയ്യുന്നു. ദെൻ ഹാൻഡ്ലിംഗ് ട്രേഡ് ഡിസ്പ്യൂട്ട്. എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ട്, മെമ്പർ കൺട്രീസ് തമ്മിൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്പ്യൂട്ട്സ് വരുവാണെങ്കിൽ അത് സെറ്റിൽ ചെയ്യുന്ന ബോഡി ആയിട്ടും ആക്ട് ചെയ്യും. ദെൻ മോണിറ്ററിംഗ് ഇന്റർനാഷണൽ ട്രേഡ് പോളിസീസ്, ടെക്നിക്കൽ അസിസ്റ്റന്റ് ആൻഡ് ട്രെയിനിങ് ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ്. ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതൊക്കെ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ്. ആൻഡ് കോപ്പറേഷൻ വിത്ത് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്. മറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷനുമായി ടൈഅപ്പോട് കൂടി അവരോട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് നടത്തുക എന്നുള്ളതും WTOയുടെ എയിമാണ്. These are the functions of WTO. Then this is important. Principles of WTO. ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. അതിൽ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത് ട്രേഡ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ, അതൊരു WTO പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, ട്രേഡ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. ട്രേഡ് നടത്തുമ്പോൾ ഒരു രാജ്യങ്ങളെയും സെക്കൻഡ് ലെവലിലേക്ക് മാറ്റാൻ പാടില്ല, എല്ലാ രാജ്യങ്ങൾക്കും ഒരേ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കണം കൊടുക്കേണ്ടത് എന്നുള്ള കൺസെപ്റ്റ് ആണ്. ട്രേഡ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷനുമായി ബന്ധപ്പെട്ട് രണ്ട് മേജർ പ്രിൻസിപ്പിൾസ് ആണ് വരുന്നത്. ഒന്നാമത്തത് മോസ്റ്റ് ഫേവേർഡ് നേഷൻ സ്റ്റാറ്റസ്. മസ്റ്റ് നോ ദാറ്റ് മോസ്റ്റ് ഫേവേർഡ് നേഷൻ സ്റ്റാറ്റസ്. ഇന്ത്യ ഒരിക്കൽ പാകിസ്ഥാന് കൊടുത്തതാണ് ഈ സ്റ്റാറ്റസ്, മോസ്റ്റ് ഫേവേർഡ് നേഷൻ. ട്രീറ്റി other than people usually treating other people equally under the WTO agreements. That means നമ്മളുടെ in case India is trading with one another country, ആ കൺട്രി എന്ന് പറയുന്നത് നമ്മളുടെ ഫേവറേറ്റ് കൺട്രിയാണ്, ബാക്കിയുള്ള കൺട്രികൾ നമ്മളുടെ ഫേവറേറ്റ് അല്ല എന്ന് പറയുന്ന ഒരു സിനാരിയോ ഉണ്ടാകാൻ പാടില്ല. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു ബെറ്റർ റിലേഷൻ ഉണ്ട്, പക്ഷെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ബെറ്റർ റിലേഷൻ ഇല്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്തുകൊണ്ട് എല്ലാ രാജ്യങ്ങളും മോസ്റ്റ് ഫേവേർഡ് നേഷൻ ആയിരിക്കണം എന്ന കൺസെപ്റ്റ് ആണ് ആക്ച്വലി WTO മുന്നോട്ട് വയ്ക്കുന്നത്. മോസ്റ്റ് ഫേവേർഡ് നേഷൻ മീൻസ് എല്ലാവരെയും ഈക്വൽ ആയി ട്രീറ്റ് ചെയ്യുക, എല്ലാ രാജ്യങ്ങളും മോസ്റ്റ് ഫേവേർഡ് നേഷൻ ആണ്, എല്ലാവർക്കും MFN സ്റ്റാറ്റസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ കൺസെപ്റ്റ്. ദെൻ നാഷണൽ ട്രീറ്റ്മെന്റ്. നാഷണൽ ട്രീറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് യൂഷ്വലി രാജ്യങ്ങൾ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, ഡൊമസ്റ്റിക് പ്രൊഡക്ട്സിനെ സ്വന്തം മാർക്കറ്റിൽ വിറ്റഴിക്കാൻ വേണ്ടി മറ്റ് പ്രൊഡക്ട്സിനെ, എക്സ്റ്റേണൽ പ്രൊഡക്ട്സിനെ എക്സ്റ്റേണൽ എന്നുള്ള രീതിയിൽ ലേബൽ ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മളുടെ രാജ്യത്തെ പ്രൊഡക്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നു, മറ്റു രാജ്യങ്ങളിലെ പ്രൊഡക്റ്റുകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന രീതികൾ, അത് അവോയ്ഡ് ചെയ്യാനാണ് നാഷണൽ ട്രീറ്റ്മെന്റോട് ഉദ്ദേശിക്കുന്നത്. എല്ലാ രാജ്യത്തിലെ പ്രൊഡക്ട്സും നമ്മളുടെ പ്രൊഡക്റ്റ് ആണ്, നമ്മളുടെ രാജ്യത്തെ പ്രൊഡക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ വേണം ട്രീറ്റ് ചെയ്യാൻ. ഡിസ്ക്രിമിനേഷൻ പാടില്ല. ലോക്കൽ പ്രൊഡക്റ്റും ഫോറിൻ പ്രൊഡക്റ്റും തമ്മിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്
നാഷണൽ ട്രീറ്റ്മെന്റോട് ഉദ്ദേശിക്കുന്നത്. സോ ട്രേഡ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ കൺസെപ്റ്റിൽ 2 ഐഡിയോളജീസ് ഓർക്കണം. ഒന്നാമത്തെയാണ് MFN. എല്ലാ നേഷൻസും MFN ആണ്. എല്ലാ നേഷൻസും മോസ്റ്റ് ഫേവേർഡ് നേഷൻ ആണ് എന്നുള്ള കൺസെപ്റ്റ്. രണ്ടാമതായിട്ട് നാഷണൽ ട്രീറ്റ്മെന്റ്, എല്ലാ പ്രൊഡക്ട്സും എക്സ്റ്റേണലി ആയാലും ഇന്റേണലി ഡൊമസ്റ്റിക് പ്രൊഡക്ട്സ് ആയാലും ഔട്ട്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആയാലും മാർക്കറ്റിൽ ഈക്വൽ ആയിട്ടായിരിക്കണം ട്രീറ്റ് ചെയ്യേണ്ടത്. ഈ നാഷണൽ ട്രീറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ, അതായത് നാഷണൽ ട്രീറ്റ്മെന്റ് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഇക്കോണമിയെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. എന്തുകൊണ്ടാണ്? നമ്മളുടെ പ്രൊഡക്ട്സ് ഒന്നും വിറ്റഴിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. ഫോറിൻ പ്രൊഡക്ട്സിന് കൂടുതൽ ഡിമാൻഡ് വരും. നമുക്ക് ടാക്സ് ഇമ്പോസ് ചെയ്യാൻ പറ്റാതെ പോകും എന്നുള്ളതൊക്കെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. ദെൻ ഫ്രീയർ ട്രേഡ്, എക്സ്റ്റേണലി വരുന്ന പ്രൊഡക്ട്സിനെല്ലാം ഡ്യൂട്ടീസും ടാക്സും ഒന്നും വരാതെ ബാരിയേഴ്സ് ഇല്ലാതെ ഫ്രീ ട്രേഡ് അലോ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ. ദെൻ പ്രഡിക്റ്റബിലിറ്റി ത്രൂ ബൈൻഡിങ് ആൻഡ് ട്രാൻസ്പെറൻസി, അതായത് നമ്മളുടെ മാർക്കറ്റിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, നമ്മളുടെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ഫോറിൻ ഗുഡ്സ് വരുവാണെങ്കിൽ നമ്മൾ ടാക്സ് ചെയ്യുന്നതൊക്കെ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കണം. എക്സ്റ്റേണലി ഉള്ള പ്രൊഡക്ട്സിന് കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യും എന്നുള്ളതാണ് പ്രഡിക്റ്റബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രൊമോട്ടിംഗ് ഫെയർ കോമ്പറ്റീഷൻ, ഒരു കോമ്പീറ്റ് ചെയ്യാനുള്ള എൻവയോൺമെന്റ് എല്ലാ രാജ്യങ്ങളും ഒരുക്കി കൊടുക്കുക. കേപ്പബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്, കേപ്പബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സിന് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും. കേപ്പബിൾ അല്ലാത്ത പ്ലേയേഴ്സ് പുറകോട്ട് പോട്ടെ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിസർവേഷൻ, സപ്പോർട്ട്, സബ്സിഡി പോലുള്ള കാര്യങ്ങൾ രാജ്യങ്ങൾ കൊടുക്കരുത് എന്നുള്ള കൺസെപ്റ്റാണ്. ഓക്കെ, WTOയുടെ ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് പറയും. സബ്സിഡി പോലെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റിനെയും ഫോറിൻ പ്രൊഡക്റ്റിനെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയാണ്. അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടാവരുതെന്നാണ് പ്രൊമോട്ടിംഗ് ഫെയർ ട്രേഡ്, ഫെയർ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഫെയർ ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എൻകറേജിംഗ് ഡെവലപ്മെന്റ് ആൻഡ് ഇക്കണോമിക് റിഫോംസ്, ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക, അതേപോലെ തന്നെ ഇക്കണോമിക് റിഫോംസിന്, ഇക്കണോമിക് ഗ്ലോബലൈസേഷൻ പോലുള്ള ഇക്കണോമിക് റിഫോംസ് എല്ലാ രാജ്യങ്ങളും അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യുക. ഇത്രയും ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് WTO. Let me repeat: most favored nation, national treatment, freer trade, predictability, then promoting fair competition, encouraging development and economic reforms. Moving on, then next is structure of WTO. Structure ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഏറ്റവും ടോപ്പിൽ വരുന്ന ബോഡിയാണ് മിനിസ്റ്റീരിയൽ കോൺഫറൻസ്. മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആണ് WTOയുടെ അപ്പെക്സ് അതോറിറ്റി. അത് അവരാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയാം. അതിന് തൊട്ട് താഴെ വരുന്നത് ജനറൽ കൗൺസിലും, ദെൻ there is a dispute settlement body, then trade review body. ജനറൽ കൗൺസിൽ, ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോഡി, ട്രേഡ് റിവ്യൂ ബോഡി. ഇതിന് താഴെയാണ് ദി കമ്മിറ്റി ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. Okay, trade and T&E, I don't know, I ignored, sorry, let me check. Then goods council, next is goods council, then intellectual property council, and finally services council. ഇതൊരു സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ ഈ ബോഡികളെ പറ്റി അറിഞ്ഞാൽ മതി. ഓരോ ഇൻഡിപെൻഡന്റ് ബോഡി എടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. സോ അപ്പെക്സ് അതോറിറ്റി ആയിട്ട് മിനിസ്റ്റീരിയൽ കോൺഫറൻസിന് ഓർത്തേക്കാം. മൂവിങ് ഓൺ, then as we said, TRIPS, TRIMS and other agreements of WTO, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് സെഷനിൽ തന്നെ. ഇവെന്തോ ഒന്ന് ബ്രീഫ് ചെയ്യുന്നു. ഫസ്റ്റ് എഗ്രിമെന്റ് ഓർക്കേണ്ടത് ട്രിപ്സ് ആണ്. ട്രിപ്സ് മീൻസ് ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ ക്രോസ് ബോർഡർ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രേഡ് ആണ്. അതായത് രാജ്യങ്ങൾ തമ്മിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ട്രേഡ് ചെയ്യുമ്പോൾ, പേറ്റന്റും കോപ്പിറൈറ്റും പോലുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ട്രേഡ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എഗ്രിമെന്റ് ആണ് ട്രിപ്സ്. രണ്ടാമത്തെ എഗ്രിമെന്റ് ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ്, ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ്. ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ് എന്ന് പറയുന്നത് FDIയും FPIയുമായി ബന്ധപ്പെട്ട്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് പോലുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള WTO എഗ്രിമെന്റ് ആണ് ട്രിംസ്. ദെൻ AOA ഉണ്ട്. AOA, എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള WTO നെഗോഷിയേഷൻ ആണ് AOA. അതേപോലെ GATS ഉണ്ട്, ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസ്. GATS സർവീസസുമായിട്ട്, സർവീസസ് ക്രോസ് ബോർഡർ ട്രേഡ് നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എഗ്രിമെന്റ് ആണ് GATS. ദെൻ GATT, ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്.
അത് ഗുഡ്സുമായി ബന്ധപ്പെട്ടുള്ള എഗ്രിമെന്റ്. സോ ഇത്രയും എഗ്രിമെന്റ്സ്, ഇത്രയും അല്ല, ഇതിൽ കൂടുതൽ എഗ്രിമെന്റ്സ് ഉണ്ട്. ഇത്രയും എഗ്രിമെന്റ്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത്രയുമാണ് നമ്മളോട് ചോദിക്കാൻ ചാൻസ്. സോ ദാറ്റ്സ് ഓൾ. ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ സെഷനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം.